First of all, let me thank Yuktivadi Sangam. It's a long-term association now. അപ്പം എനിക്ക് പ്രത്യേകമായിട്ട് താങ്ക് ചെയ്യണമെന്നുള്ളൊരു ഫീലിംഗ് വരത്തില്ല, കാരണം ഐ ഫീൽ ഐ എം പാർട്ട് ഓഫ് ദ ഫാമിലി. ആൻഡ് ഡോക്ടർ അരുണിനെ ഐ തിങ്ക് ക്ലബ് ഹൗസ് കാലം തൊട്ട് ഞങ്ങൾ പടവെട്ടാത്ത മനുഷ്യരില്ലെന്ന് തോന്നുന്നു. അത്ര ഇൻസൾസിനോട്, ഫണ്ടമെൻ്റലിസ്റ്റിനോട്, കൺസർവേറ്റീവ്സിനോട് അങ്ങനെ വി ഹാഡ് എ ഹ്യൂജ് ടീം. ആൻഡ് ഐ തിങ്ക് ശീതൽ വാസ് ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഇറ്റ് വാസ് വണ്ടർഫുൾ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ അന്ന് ഫോർജ് ചെയ്തൊരു ഫ്രണ്ട്ഷിപ്പാണ്. But more than that, I can see a lot of people that I have absolutely loved over social media. അപ്പം അവരുടെ മുന്നിൽ നിൽക്കാനുള്ള ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ വലിയൊരു ഫെമിനിസ്റ്റ് കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നതിൽ അതിനേക്കാളേറെ സന്തോഷമുണ്ട്. ഒരുപാട് ഫെമിലിയർ ഫേസസ്, പ്രേംകുമാർ, ഷാജഹാൻ, ഐ കൻ സീ യു, ഹായ്. ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ പറ്റില്ല, ബട്ട് താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. അപ്പം എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ടോപ്പിക് ഈസ് അത് നമ്മൾ ടൈറ്റിൽ ഇട്ടപ്പം ഈസ് റൈറ്റ് വിങ് ഫെമിനിസം പോസിബിൾ എന്നാണ് ടൈറ്റിൽ ഇട്ടത്. പക്ഷേ അതൊരു ഫെയർ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ അല്ലാതെ എനിക്ക് പിന്നീട് തോന്നി. അതുകൊണ്ട് തന്നെ റൈറ്റ് വിങ് ഫെമിനിസം ആസ് എൻ ഓക്സിമോറൻ എന്നുള്ളതായിരിക്കും കുറേ കൂടെ അതിന് ചേരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തമ്മിൽ ചേരാത്ത രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങളുടെ സാൻസ്ക്രിറ്റ് ടീച്ചർ വാസ് ഓൾസോ അവർ പ്രോക്സി ഇംഗ്ലീഷ് ടീച്ചർ JNU. അപ്പം റെമഡിയൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ്, അതായത് അധികം അങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. അപ്പം നമ്മളെല്ലാം പോവുമായിരുന്നു അതിന് വേണ്ടി. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ പല ട്വീറ്റും കണ്ടാൽ അദ്ദേഹമായിരുന്നു അന്ന് JNU ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് അത്ഭുതം തോന്നുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ് ഓക്സിമോറൻ, വിപരീത അർത്ഥമുള്ള. താങ്ക് യു സോ മച്ച്. രണ്ട് കാര്യങ്ങൾ. അപ്പോൾ അന്ന് പറഞ്ഞ എക്സാമ്പിൾ പക്ഷേ ഇന്ന് അദ്ദേഹം പറയുമോ എന്നറിയില്ല, കാരണം തീവ്ര ഹിന്ദുത്വ ലൈനിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം അന്ന് പറഞ്ഞ എക്സാമ്പിൾ ഓക്സിമോറൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസ് എന്നായിരുന്നു. ഇതുപോലെ മേ ബി ബെനവലൻറ്റ് സെക്സിസം, അനദർ ഓക്സിമോറൻ. വെൽഫെയർ ക്യാപിറ്റലിസം, ഹാപ്പിലി മാരീഡ്, അനദർ ഓക്സിമോറൻ. തമ്മിൽ ചേരാത്ത കാര്യം സിസ്റ്റമിക് ജസ്റ്റിസ്. നമുക്ക് സിസ്റ്റമിക് ഇൻജസ്റ്റിസ്, യെസ്, ബിക്കോസ് ദ സിസ്റ്റം ഇറ്റ് സെൽഫ് ഇസ് കറപ്റ്റ്. സിസ്റ്റമിക് ജസ്റ്റിസ്, ഓക്സിമോറൻ. അപ്പോൾ ഇതുപോലൊരു ഓക്സിമോറനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇന്ന് അധ്യക്ഷ പറഞ്ഞതുപോലെ നമ്മൾ ഗസ ജനോസൈഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഫെമിനിസത്തിനെ ക്യാപിറ്റലിസ്റ്റ് പേട്രിയാർക്കി കോപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഇമ്പീരിയലിസ്റ്റ് പേട്രിയാർക്കി, ദിസ് ഇസ് എ ടേം കോയിൻഡ് ബൈ ഏഞ്ചല ഡേവിസ്, കോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് വിമൻസ് റൈറ്റ്സ് യൂസ് ചെയ്തിട്ട് പല ആൾക്കാരെയും മാർജിനലൈസ് ചെയ്യാനും ഫർദർ ഡിമോണൈസ് ചെയ്യാൻ, രാക്ഷസവൽക്കരിക്കാനും നോക്കുന്നതെന്നുള്ളതിന് ഒരുപാട് പഠനങ്ങൾ ഫെമിനിസ്റ്റ് സർക്കിൾസിൽ വന്നിട്ടുണ്ട്. അത് പോപ്പുലർ സർക്കിൾസിലോട്ട് വന്നോന്ന് എനിക്കറിയില്ല. സോ ഇഫ് യു നോ അബൌട്ട് ഇറ്റ്, നമ്മളതിൽ കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പ് കൂടെ പോവുകയാണ്. ഇഫ് യു ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്, പ്ലീസ് റീഡ് അബൌട്ട് ഇറ്റ്. ഇതിനു മുമ്പേ ഒരു ചെറിയ ഒരു വിയോജിപ്പ് പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഐ ഓൾസോ ഫീൽ നമ്മൾ പലപ്പോഴും സ്ത്രീകൾ സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ സ്ത്രീകൾക്കെല്ലാം ഒരേ സ്വരമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ തമ്മിലും ഒരുപാട് വ്യത്യസ്തതകളുണ്ട്, ഒരുപാട് ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ആ ഡിസഗ്രിമെൻറ്റ്സിനോട് ഒപ്പം നമ്മൾ സിസ്റ്റർഹുഡിനെ സെലിബ്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു കൂട്ടാണ്. ഇപ്പോൾ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ജോളി ചേച്ചി അംഗീകരിച്ച് തരണമെന്നില്ല, ജോളി ചേച്ചി പറയുന്ന എല്ലാ കാര്യങ്ങളും അലീന അംഗീകരിച്ച് തരണമെന്നില്ല. നമുക്ക് ഇഷ്ടം പോലെ വ്യത്യസ്തതകളുണ്ട്. ആ വ്യത്യസ്തതകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളിരിക്കുന്നത്. സോ നേരത്തെ ഇവിടെ ഇത് തമാശയല്ല കേട്ടോ, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. അധ്യക്ഷ പറയുകയുണ്ടായി അടുത്ത തവണ തൊട്ട് പെണ്ണുങ്ങളിത് നടത്തിയിട്ട് അവർ എന്താണ് ആണുങ്ങൾ കേൾക്കട്ടെ. ഇല്ലില്ല, ആണുങ്ങൾ തന്നെ നടത്തണം, ഉറപ്പായിട്ടും ആണുങ്ങൾ തന്നെ നടത്തണം. യു ഓവ് ഇറ്റ് ടു അസ്. കാരണം മാനലുകൾ കണ്ട് അടുത്ത് ഇവിടെ എനിക്ക് തോന്നുന്നു ജിഷ പറഞ്ഞതുപോലെ നിൽക്കുന്നത് കൊണ്ടും, അതുമല്ല നിങ്ങൾക്ക് പുതിയത് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ ഞങ്ങളെയൊക്കെ കൊണ്ടുവരണം. അത് യു റിയലി ഓവ് ഇറ്റ് ടു അസ്. അല്ലാതെ ഞങ്ങൾക്ക് തരുന്ന ഫേവറൊന്നും അല്ല ഈ പ്ലാറ്റ്ഫോം തരുന്നത്. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ വരുന്നത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അതിനുള്ള നോളജ് ഇവിടെയുള്ള സ്ത്രീകൾ ആർജിച്ച് കഴിഞ്ഞു. സോ ഇത് നാളെയും ഇനി അടുത്ത വർഷവും ഇനി എല്ലാം നടക്കുമ്പോഴും നിങ്ങൾ തന്നെ നടത്തണം. ഞങ്ങളൊന്ന് സംസാരിക്കും.
ഞങ്ങൾ വന്ന് സംസാരിക്കും, ക്യൂർ മനുഷ്യർ വന്ന് സംസാരിക്കും. ദിസ് ഇസ് വാട്ട് ഇസ് സപ്പോസ് ടു ഹാപ്പൻ. ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ സ്റ്റുഡൻറ്റ് സെമിനാർ വെക്കാറുണ്ട്, കാരണം അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനാണ്. സ്റ്റാൻഡ് പോയിന്റ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് പെട്രീഷ്യ ഹിൽ കോളിൻസ് എന്ന് പറഞ്ഞ കറുത്തവർഗക്കാരിയായിട്ടുള്ള സ്കോളർ, അവർ സ്റ്റാൻഡ് പോയിന്റ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന ആ വലിയ ചിന്താധാരയിൽ നിന്നുകൊണ്ട് അവർ പറയുന്നത് കാര്യമാണ്, ഏറ്റവും ഒപ്രസ്ഡ് ആയിട്ടുള്ള മനുഷ്യർക്കാണ് ഏറ്റവും നല്ല നോളജ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു ഫീമെയിൽ എന്നുള്ള രീതിയിൽ, ഒരു ദളിത് ബഹുജൻ സ്ത്രീ എന്നുള്ള രീതിയിൽ എങ്ങനെയൊക്കെ ഒപ്രഷൻ പ്രവർത്തിക്കുന്നു എന്ന് ഏറ്റവും അധികം നന്നായിട്ട് പറയാൻ പറ്റുന്നത് എനിക്കാണ്, അല്ലെങ്കിൽ ഏറ്റവും അധികം നന്നായിട്ട് പറയാൻ പറ്റുന്നത് അലീനയ്ക്കാണ്. അല്ലെങ്കിൽ ക്യൂർ മനുഷ്യർ അനുഭവിക്കുന്നതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വരെ മനസ്സിലാക്കാൻ മേ ബി ഒരു ഹെട്രോസെക്ഷൽ സ്ത്രീക്കോ പുരുഷനോ പറ്റുള്ളൂ. അതിൻ്റെ ഫുൾ എക്സ്റ്റെൻറ്റിൽ അതിനെക്കുറിച്ച് തിയറൈസ് ചെയ്യാൻ, അതിനെക്കുറിച്ച് ഇൻ്റലക്ച്വലൈസ് ചെയ്യാൻ ശീതളിനെ സാധ്യമാവുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് വർഷങ്ങൾ ദളിത് മനുഷ്യരെക്കുറിച്ച് പഠനങ്ങൾ, ക്യൂർ മനുഷ്യരെക്കുറിച്ച് പഠനങ്ങൾ, ട്രാൻസ്ജെൻഡർ മനുഷ്യരെക്കുറിച്ച് പഠനങ്ങളൊക്കെ ചെയ്യുന്ന ആരും ഇവിടുത്തുള്ള സവർണ മനുഷ്യരാണ് ചെയ്യുന്നതും പുരുഷന്മാരായിട്ടുള്ളത്. അപ്പോൾ പുരുഷൻ്റെ കേസിലൂടെ ഉള്ള സ്ത്രീയെ കണ്ട് സ്ത്രീ തന്നെ മറന്നുപോയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് വോട്ടാമായി എന്നുള്ളത് പലപ്പോഴും മറന്നുപോയിരിക്കുകയാണ് നമ്മൾ. സോ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഐഡൻറ്റിറ്റി ഇങ്ങനെ പ്രൂൺ ചെയ്ത് കുറെ കൂടെ ബെറ്റർ ആക്കാൻ നോക്കുകയാണ്, നോട്ട് നോയിങ് ദാറ്റ് ദി ഐഡൻറ്റിറ്റി ഇറ്റ്സെൽഫ് ഹാസ് ബീൻ ഷേപ്ഡ് ആൻഡ് ക്രിയേറ്റഡ് ആർട്ടിഫിഷ്യലി ഫോർ യു. സോ ഞാൻ വീണ്ടും പറയുന്നത് തമാശയായിട്ടല്ല പറയുന്നത്. നിങ്ങൾ പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യൂ, എന്നിട്ട് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യരെ, അധികം കഥകളുള്ള, അധികം നോളജുള്ള, സഹോദരൻ അയ്യപ്പൻ്റെ ഭാഷ കടമെടുത്ത് പറയാൻ ഈ സവർണ അന്ധതയുള്ള മനുഷ്യരെ പ്രബോധിപ്പിക്കാൻ വേണ്ടി അവർണരായിട്ടുള്ള മനുഷ്യരെ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ നോളജബിൾ ആവും. സോ ദ ടോപ്പിക് ഈസ് റൈറ്റ് വിങ് ഫെമിനിസം. ഒന്ന്, എനിക്ക് എൻ്റെ ക്ലബ് ഹൗസ് ദിവസങ്ങളിൽ, ഡോക്ടർ വിൽ റിമെമ്പർ ദിസ്, അവിടെ ഉള്ള ഏറ്റവും വലിയ 2 ഡിബേറ്റാണ്. ഒന്ന്, ദൈവമുണ്ടോ ഇല്ലേ, വിച്ച് ഇസ് ഓക്കെ. പിന്നെ എനിക്ക് ഒരുമാതിരി പെണ്ണുങ്ങളുണ്ടോ ഇല്ലേ എന്നായിരിക്കും അടുത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതുപോലെയാണ്. കാരണം നമ്മളീ പറഞ്ഞ് കുറേ അമ്മ ഭക്തന്മാരുണ്ട് ഒരു സൈഡിൽ, വിച്ച് ആർ ലൈക്ക് സ്ത്രീയെ അമ്മയായിട്ട് അംഗീകരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, സ്ത്രീയെ സഹോദരിയായിട്ട് അംഗീകരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, സ്ത്രീ ഒരു ഇൻഡിവിജ്വലായിട്ട് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത്. ഇവർ വിമൻസ് റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കും. എപ്പോഴാണെന്നറിയാവോ? ട്രാൻസ്ജെൻഡർ മനുഷ്യരെ തള്ളിക്കളയാൻ വേണ്ടി പറയും, അയ്യോ ട്രാൻസ്ജെൻഡർ മനുഷ്യരൊക്കെ വന്നിട്ട് വിമൻസ് റൈറ്റ്സ് എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള, എക്സ്ട്രീംലി ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ നേരിട്ട ഒരു സെറ്റ് ഓഫ് മനുഷ്യരും കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. സോ ആ സമയത്ത് ഒരുപാട് മീമുകൾ ഇവർ ഷെയർ ചെയ്യായിരുന്നു. അപ്പോൾ അതിലൊരു മീം ഇങ്ങനെയാണ്, ഗുഡ് ഫെമിനിസം, ബാഡ് ഫെമിനിസം. അപ്പോൾ ഗുഡ് ഫെമിനിസം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ കൂട്ടത്തിൽ ആരും അങ്ങനെ കാണിക്കാനില്ല ഭാഗ്യമായിട്ട്, നല്ല സാരിയൊക്കെ ചുറ്റി എന്നെ പോലെ പൊട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര കോയായിട്ട് ഡസൈലായിട്ട് ഇരിക്കുന്ന കുറേ സ്ത്രീകൾ. പിന്നെ അതിനകത്ത് വരും കൽപ്പന ചോള, മദർ തെരേസ, പിന്നെ ആര് വരും, മലാലൊന്നും വരില്ല, സോറി. പിന്നെ ആര് വരുമായിരിക്കും, വേണമെങ്കിൽ സൈഡിൽ കൂടെ ചിലപ്പോൾ ഇന്ദിരാഗാന്ധി. അങ്ങനെ പൊതുവെ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറേ സ്ത്രീകൾ. പിന്നെ ഇപ്പുറത്ത് കുറേ അല്പവസ്ത്രധാരികളായിട്ടുള്ള സ്ത്രീകൾ, ടാറ്റു ഒക്കെ ഉള്ള സ്ത്രീകൾ, പിയേഴ്സിംഗ് ഒക്കെ ഉള്ള സ്ത്രീകൾ. ദിസ് ഇസ് ബാഡ് ഫെമിനിസം. അപ്പം ഞങ്ങളുടെ ഇടയിലുള്ള ദിവ്യ അൽമിത്ര എന്ന് പറഞ്ഞൊരു സുഹൃത്ത് പറയുമായിരുന്നു, ഓഹോ എല്ലാം നിങ്ങൾ സ്ത്രീ ആരാണെന്ന് ഡിഫൈൻ ചെയ്തു, പുരുഷൻ ആരാണെന്ന് ഡിഫൈൻ ചെയ്തു, ഫെമിനിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്തു, മാസ്കുലിനിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്തു, സ്ത്രീകൾ കഷ്ടപ്പെട്ട ഫെമിനിസം എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവന്നു, ഇനി അതും കൂടെ നിങ്ങൾ ഡിഫൈൻ ചെയ്യണം, യു വിൽ ഡിഫൈൻ വാട്ട് ഫെമിനിസം ഈസ് ഫോർ അസ്. അങ്ങനെ ഒരു കഷ്ടകാലത്തിൽ വന്ന് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. സോ ഫെമിനിസത്തിന് ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഡെഫിനേഷൻ തന്നിരിക്കുന്നത് ബ്ലാക്ക് ഫെമിനിസ്റ്റ് സ്കോളർ ആയിട്ടുള്ള ബെൽ ഹുക്സ് ആണ്. ഷി കോൺസ്റ്റന്റ്ലി ടോക്സ് അബൌട്ട് ലവ്. നിരന്തരമായിട്ട് സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കോളറാണ്. അക്കാഡമിക് സർക്കിൾസിൽ സ്നേഹം തിയറൈസ്ഡ് ആകുന്ന മേ ബി ഈ കറുത്ത വർഗ്ഗക്കാരികളായിട്ടുള്ള ഫെമിനിസ്റ്റ് സ്ത്രീകൾ ആദ്യം അക്കാഡമിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ലവ് എന്നുള്ളത്. അന്ന് വരെ ലവ് ഒന്നും നമ്മൾ സംസാരിക്കത്തില്ല. അക്കാഡമിയിൽ എല്ലാവരും ഇങ്ങനെ മസിലൊക്കെ പിടിച്ചിരുന്നിട്ട് വലിയ വലിയ സ്റ്റേറ്റ്, ഇമ്പീരിയലിസം, കമ്മ്യൂണിസം ഇതൊക്കെ സംസാരിക്കും, ലവ് സംസാരിക്കില്ല. ബട്ട് ദെൻ എ ലോട്ട് ഓഫ് തിങ്സ് വർക്ക്സ് ത്രൂ ആൻഡ് ഫോർ ദി എക്കണോമി ഓഫ് ലവ്.
എന്ന് പറഞ്ഞാണ് ബെൽ ഹുക്സ് സീനിൽ തന്നെ വരുന്നത്. അപ്പോൾ ബെൽ ഹുക്സ് നിരന്തരമായിട്ട് പൊളിറ്റിക്സ് ഓഫ് ഫൊർഗീവ്നെസ്സിനെ കുറിച്ച് സംസാരിക്കുന്ന, പൊളിറ്റിക്സ് ഓഫ് ലവിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു ഫെമിനിസത്തിൻ്റെ ഡെഫിനീഷൻ പറഞ്ഞിട്ടുള്ളത്, ഫെമിനിസം ഈസ് എ മൂവ്മെൻറ്റ് ടു എൻഡ് സെക്സിസം, സെക്സിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ആൻഡ് ലെറ്റ് മീ അണ്ടർലൈൻ, ഇറ്റ് ഈസ് നോട്ട് സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ലൈംഗിക ചൂഷണം തീർന്നാൽ സെക്ഷൽ ഡിസ്ക്രിമിനേഷൻ തീരുമെന്നാണ്. ദാറ്റ് ഈസ് സോ റോങ്. സെക്ഷൽ ഡിസ്ക്രിമിനേഷൻ്റെ ഒരു പിരമിഡ് ഉണ്ടാക്കുകയാണെങ്കിൽ സെക്സിസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, നീ ഒരു പെണ്ണായതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര തമാശയായിട്ട് പറയുന്ന കുറേ ജോക്സ് ഇല്ലേ, അത് മേ ബി ബ്ലോണ്ട് ജോക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീകളെക്കുറിച്ച് പൊതുവെയുള്ള ജോക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീകൾ ആഡംബരപ്രിയകളാണ് എന്ന് പറയുന്ന ഇത് പറയുന്ന ആണുങ്ങൾ മെർസിഡീസ് ബെൻസിൽ പോവുകയാണ്. എനിക്ക് ഭയങ്കര തമാശയായിട്ട് ഇത് തോന്നാറുണ്ട്. അതായത് സ്വന്തമായിട്ട് മെർസിഡീസ് ബെൻസിൽ പോയിട്ട് കബാന സിഗാറും വെച്ചുകൊണ്ടിരുന്നിട്ട് പറയും സ്ത്രീകൾ ഭയങ്കര ആഡംബരപ്രിയകളാണ് എന്ന് പറയുന്ന ആ ടീംസ്. സോ ഈ one has to separate sexual discrimination and sexist discrimination. അതായത് ലൈംഗിക ചൂഷണവും, ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു പുരുഷനാണ്, ഞാനൊരു ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ്, ഞാൻ ഒരു ഇൻ്റർസെക്സ് വ്യക്തിയാണ്, എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റിയെ യൂസ് ചെയ്ത് തന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതും രണ്ടായിട്ട് തന്നെ കാണണം. സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ ഇസ് ബട്ട് വൺ സ്പോക്ക്. അത് അതിൻ്റെ ഒരു വലിയ പൈയുടെ ഒരു ചെറിയ സ്ലൈസ് മാത്രമാണ്. സെക്സസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ആ സൈക്കിളിലൂടെ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഓൾസോ എ മൂവ്മെൻറ്റ് ടു എൻഡ് ഒപ്രഷൻ, ഓൾ കൈൻഡ്സ് ഓഫ് ഒപ്രഷൻ. ഇതിലേതെങ്കിലും ഒരെണ്ണം ടിക്ക് മാർക്ക് ചെയ്താൽ ഫെമിനിസം ആകില്ല. ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് സെക്സിസത്തിനെ എൻഡ് ചെയ്യണം, സെക്സിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനെ എൻഡ് ചെയ്യണം, ഒപ്രഷനെ എൻഡ് ചെയ്യണം. അത് ഏത് കൈൻഡ് ഓഫ് ഒപ്രഷൻ ആണെന്ന് ബെൽ ഹുക്സ് പറയുന്നില്ല. ഓൾ കൈൻഡ്സ് ഓഫ് ഒപ്രഷൻ, വെദർ ഇറ്റ് ഇസ് ക്ലാസ് ഒപ്രഷൻ, വെദർ ഇറ്റ് ഇസ് കാസ്റ്റ് ഒപ്രഷൻ, വെദർ ഇറ്റ് ഇസ് റേസ് ഒപ്രഷൻ. ഈ ഒപ്രഷനുകളെല്ലാം മാറുമ്പോഴേ ജെൻഡർ ഒപ്രഷനും മാറുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള, നിങ്ങൾക്ക് കാസ്റ്റ് ഒപ്രഷൻ നിർത്തണമെങ്കിൽ നിങ്ങൾക്ക് ജെൻഡർ ഒപ്രഷൻ നിർത്തണം, നിങ്ങൾക്ക് ക്ലാസ് ഒപ്രഷൻ നിർത്തണമെങ്കിൽ നിങ്ങൾക്ക് ജെൻഡർ ഒപ്രഷൻ നിർത്തണം. ഇതെല്ലാം എൻമെഷ്ഡ് ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻ്റർസെക്ഷനാലിറ്റി എന്നുള്ളൊരു ടേം ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് മാത്രം നമുക്ക് തീർക്കാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് ക്ലാസ് ഓപ്പറേഷൻ മാത്രം തീരണമെന്ന് പറഞ്ഞ് പടപൊരുത്തിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ക്ലാസ് ഓപ്പറേഷൻ തീർക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ റൂട്ട്സ് കിടക്കുന്ന സോഷ്യൽ റീപ്രൊഡക്ഷൻ ഓഫ് ലേബറിലാണ്. സ്ത്രീകൾ ചെയ്യുന്ന ഇൻവിസിബിളായിട്ടുള്ള ലേബറിൻ്റെ പുറത്താണ് ക്യാപിറ്റലിസ്റ്റ് പേട്രിയാർക്കി കെട്ടിപ്പടുത്തിയിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിനെ മാത്രമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല, കാസ്റ്റിനെ മാത്രം. അംബേദ്കർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സ്ത്രീകളുടെ എൻസ്ലേവ്മെൻറ്റ് നിർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് കാസ്റ്റ് ഓപ്പറേഷൻ മറികടക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ സിൻസ് എവറി കൈൻഡ് ഓഫ് ഓപ്പറേഷൻ ഇസ് എൻമെഷ്ഡ് ഓർ ഇൻ്റർലിങ്ക്ഡ്, തമ്മിൽ ഇൻ്റർലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്ന ഓപ്പറേഷനുകളായതുകൊണ്ട് തന്നെ ഒരെണ്ണത്തിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റൊന്നിനോട് പടപൊരുത്തി ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ 3 കാര്യം നിങ്ങൾ ഓർക്കണം. സെക്സിസം എൻഡ് ചെയ്യണം, സെക്സിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എൻഡ് ചെയ്യണം, അതേപോലെ ഓൾ കൈൻഡ്സ് ഓഫ് ഓപ്പറേഷനും എൻഡ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഫെമിനിസ്റ്റ് ഗോളിലെത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ. നോ വാട്ട് ഹാപ്പൻസ് ഇസ്, പലപ്പോഴും ഇതിലെ 1-2 കാര്യങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യും, അല്ലെങ്കിൽ അതിനെതിരെ വേണമെങ്കിൽ പടപുരട്ടും. ഫോർ ഇൻസ്റ്റൻസ്, യു വിൽ സീ എ ലോട്ട് ഓഫ് മെൻ, particularly right-wing men, who will say we are against sexual exploitation. അവർക്ക് റേപ്പ് ഒരു വലിയ ഇഷ്യൂ ആയിരിക്കും, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് വലിയ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ അവരതിനെതിരെ പടപൊരുത്തും. ഇതിലൊരു ക്ലാസിക് എക്സാമ്പിൾ, സോറി ടു യൂസ് എക്സാമ്പിൾ, നോട്ട് വെരി സോറി, ബട്ട് ഇപ്പോൾ നമ്മൾ അമർ അക്ബർ ആന്റണി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അതിനകത്ത് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന അത് ഭയങ്കര ഒരു പ്രോബ്ലമാറ്റിക് തീമായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അതിനകത്ത് എനിക്കൊന്ന് പൃഥ്വിരാജും ഒരു അമ്മൂമ്മയും കൂടെ സംസാരിക്കുമ്പം, നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കനിഹായോ, ഒരു പെണ്ണിൻ്റെ പേര് പറയാം, ഐ എം ഗോയിങ് ടു സേ പാർവതി വാര്യർ, കനിഹ മേനോൻ, അത് എനിക്ക് 16 വയസ്സാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നതെന്ന്. എന്നിട്ട് അതെല്ലാവരും ചിരിക്കുന്നു. അതായത് 16 വയസ്സുള്ള ഒരാളെ സൈബർ സ്റ്റോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അയാളുമായിട്ട് പൃഥ്വിരാജിൻ്റെ ടൈറ്റിൽ ക്യാരക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, വിച്ച് ഇസ് നോട്ട് അണ്ടർസ്റ്റുഡ് ടു ബി പ്രോബ്ലമാറ്റിക്. അത് കഴിഞ്ഞ് കുറച്ചൊരു 12 വയസ്സുള്ള ഒരു കൊച്ചു ഉപദ്രവിക്കപ്പെടുമ്പോൾ ദാറ്റ് ഇസ് പ്രോബ്ലമാറ്റിക്. യു സീ ദ ഐറണി ഹിയർ, where one kind of oppression is, oh my God, that is oppression. Another kind of oppression is not oppression at all.
എനിക്കൊന്ന് വിമതയുടെ തന്നെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ എഡിഷനിലാണെന്ന് തോന്നുന്നു ധന്യ രാജേന്ദ്രൻ പറഞ്ഞൊരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വിച്ച് ഇസ് ദാറ്റ് ഇവർക്ക് ന്യൂസ് കിട്ടുമ്പോഴത്തേക്ക് പലപ്പോഴും ദളിത് റേപ്സ് കൊണ്ട് അവരുടെ ന്യൂസ് പോർട്ടൽ നിറഞ്ഞിരിക്കുകയാണ്. ഏത് ദളിത് റേപ്പ് എടുക്കണം? തല വെട്ടിക്കൊന്ന ദളിത് റേപ്പ് എടുക്കണോ, അതോ ഷുഗർ കെയിൻ ഫീൽഡിൽ ആക്രമിക്കപ്പെട്ട ദളിത് റേപ്പ് എടുക്കണോ, അതോ ഓഫീസിൽ ആക്രമിക്കപ്പെട്ട ദളിത് സ്ത്രീയുടെ റേപ്പ് എടുക്കണോ എന്നറിയില്ല. അതുകൊണ്ട് അത്രയ്ക്ക് ചോയ്സസ് ഇവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ മറ്റ് കാസ്റ്റുകളിലുള്ള റേപ്പ് വരുമ്പോഴത്തേക്ക് പലപ്പോഴും ആ ഒരു റേപ്പിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൊടുക്കാനുള്ള ഒരു പ്രേരണയുണ്ട്. കാരണം അതൊന്ന് റേറിറ്റി ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഇനി ദളിത് റേപ്പ് റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദളിത് വുമൺ റേപ്ഡ്, ദളിത് മാൻ അസോൾട്ടഡ്, ദളിത് സ്ത്രീ റേപ്പ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ദളിത് പുരുഷൻ കുതിരയിൽ കയറിയതിന് കൊല്ലപ്പെട്ടു, ദളിത് പുരുഷൻ തലപ്പാവ് വെച്ചതിന് കൊല്ലപ്പെട്ടു, ദളിത് പുരുഷൻ സവർണ സ്ത്രീയെ ആഗ്രഹിച്ചതിന് അല്ലെങ്കിൽ സവർണ സ്ത്രീയെ കല്യാണം കഴിക്കാൻ ശ്രമിച്ചതിന് കൊല്ലപ്പെട്ടു. ഈ ദളിത്തിന് ഭയങ്കര സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് for some time a lot of us the Dalit Bahujan scholars we were like okay, in a way people are noticing the fact that there is a group of people like us living among them. So അതിനൊരു വിസിബിലിറ്റിയുടെ ഫാക്ടർ കിട്ടിയെന്നുള്ള സത്യമാണ്. പക്ഷേ ഈ ദളിത് മാൻ കിൽഡ് ബൈ ഹൂം, ദളിത് വുമൺ റേപ്ഡ് ബൈ ഹൂം? അവർ തന്നെ റേപ്പ് ചെയ്തൊന്നുമല്ലല്ലോ. ദർ ഇസ് എ പേഴ്സൺ ഹു ഇത് കമ്മിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ. ആ വ്യക്തിയുടെ കാസ്റ്റ് ഐഡൻറ്റിറ്റി ഒരിക്കലും പറയപ്പെടുന്നില്ല. ആ വ്യക്തിയുടെ മറ്റു വീട്ട് ചുറ്റുപാടുകൾ, അയാളുടെ ക്ലാസ് ഐഡൻറ്റിറ്റി ഒരിക്കലും പറയപ്പെടുന്നില്ല. ഇനി നിങ്ങൾ തിരിച്ച് നോക്കുക. ഞാൻ എനിക്ക് വളരെ ദേഷ്യം വന്നിട്ട്, കാരണം ടൈം ആൻഡ് അഗൈൻ വി വർ ഡൂയിങ് ദിസ്, എൻ്റെ ക്ലാസ്സിൽ ചെയ്യുന്ന ഒരു എക്സസൈസാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്തൊരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന പദം എവിടേക്കാണ് ഉപയോഗിക്കപ്പെടുന്നത്, മുസ്ലിം എന്നുള്ള പദം ടെക്സ്റ്റ് ബുക്കിൽ എവിടേക്കാണ് വരുന്നത്, മുസ്ലിം എന്നുള്ള പദം ന്യൂസ് പേപ്പറിൽ എവിടേക്കാണ് വരുന്നത്, ഇങ്ങനെ. അപ്പം കള്ളക്കടത്ത് കേസുകളിൽ മുസ്ലിം യുവാവ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അല്ലെങ്കിൽ എയർപോർട്ടിൽ വെച്ച് പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ മുസ്ലിം യുവാവ് ഇന്ന സ്ത്രീയെ മർദ്ദിച്ചതിന് പിടിക്കപ്പെട്ടു. ഞാനപ്പോൾ ആലോചിക്കായിരുന്നു, കേരളത്തിലെ നായരും നമ്പൂതിരി മനുഷ്യരൊക്കെ ഭയങ്കര അടിപൊളി റൈറ്റിയസ് വിർച്വസ് ആൾക്കാരാണോ? ഇവരൊന്നും ക്രൈമേ ചെയ്യാത്ത മനുഷ്യരാണോ? ആൻഡ് ദെൻ യു ഹാവ് ടു ലിറ്ററലി ഗോ ഗൂഗിൾ നമ്പൂതിരി മാൻ കിൽസ്, നമ്പൂതിരി മാൻ റേപ്സ്. അപ്പം നിങ്ങൾ ഗൂഗിളിൻ്റെ രണ്ടാമത്തോ മൂന്നാമത്തെയോ പേജിൽ പോകുമ്പോഴത്തേക്ക് ഹിന്ദു മാൻ എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ അകത്ത്, അതായത് ആ കോളത്തിൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും രാജീവ് നമ്പൂതിരി. കേരളത്തിലെ കാസർഗോഡിൽ ഒരു പോക്സോ കേസ് നടന്നിട്ടുണ്ട്. ഒരു മാത്ത് ടീച്ചർ ഒരു കുട്ടിയെ, ഒരു സ്റ്റുഡൻറ്റിനെ, ആസ് എ ടീച്ചർ എനിക്കിത് ഐ കനോട്ട് ഈവൻ ഇമാജിൻ ദ ടോർച്ചർ ദാറ്റ് ദ ചൈൽഡ് വെൻറ്റ് ത്രൂ. എന്നാൽ എല്ലാ സ്ഥലത്തും, മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള എല്ലാ പത്രങ്ങളിലും ന്യൂസ് പോർട്ടലുകളിലും ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? മാത്ത് ടീച്ചർ റേപ്സ്. ഇതൊരു മുസ്ലിം ആളായിരുന്നെങ്കിലോ? മുസ്ലിം മാൻ റേപ്സ് എന്ന് വന്നേനെ. അന്ന് മാത്ത് ടീച്ചർ ഇല്ല. എന്നാൽ മാത്ത് ടീച്ചറുകൾക്ക് അപമാനമാകുമെന്ന് അവർ വിചാരിക്കാത്ത എന്താ? ആൻഡ് ഇതിൻ്റെ കണ്ടന്റ് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സച്ച് ആൻഡ് സച്ച്, ശ്രീകാന്ത് നമ്പൂതിരി. പക്ഷേ ദിസ് ഇസ് ഹിഡൻ. യു വിൽ നോട്ട് സീ സച്ച് നെയിംസ്. യു വോണ്ട് പെട്ടെന്ന് കള്ളത്തരത്തിൽ അല്ലെങ്കിൽ കള്ളക്കേസിൽ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും ജാതി സർനെയും അപ്രത്യക്ഷമാകുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു പ്രതിഭാസമുണ്ട്. പക്ഷെ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് വരുമ്പോൾ സഡൻലി ദാറ്റ് കാസ്റ്റ് സർനെയും പോപ്പപ്പ് ചെയ്യുന്ന കാണാൻ പറ്റും. നോ, വൈ ആം ഐ സേയിങ് ദിസ്? ഐ ആം സേയിങ് ദിസ് ടു ഗെറ്റ് യുവർ അറ്റൻഷൻ ടു വാട്ട് ഇസ് റെഫേർഡ് ടു ആസ് ഐഡൻറ്റിറ്റി. നമ്മൾ എത്ര ഡിനൈ ചെയ്താലും നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണ്. ഇത് പർട്ടിക്കുലർലി നാസ്തിക മോർച്ച നിലനിൽക്കുന്ന ഒരു കേരളത്തിൽ പറയേണ്ട ആവശ്യമാണ്. ഹ്യൂമൻ ബീയിങ് എന്നുള്ള ഒരു ഒറ്റ ഐഡൻറ്റിറ്റിയിൽ നമുക്ക് അങ്ങനെ ഒരു സാധനം ജീവിക്കുന്നില്ല ഇവിടെ. ഹോമോസാപ്പിയൻ എന്ന് പറഞ്ഞ ഒരാൾ ഈ ലോകത്ത് ജീവിക്കുന്നില്ല. നമ്മുടെ പുറത്തെല്ലാം പല 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 കൈൻഡ്സ് ഓഫ് ഐഡൻറ്റിറ്റീസ് ഇൻസ്ക്രൈബ്ഡ് ആണ്. ഞാനിവിടെ സ്റ്റേജിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളൊരു 10 ചിന്ത എന്നെക്കുറിച്ച് നിങ്ങൾ ഇത് തലയിൽ പോയിട്ടുണ്ടായിരിക്കും. ഞാനൊരു സ്ത്രീയാണെന്ന് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഞാൻ സ്ത്രീയാണെന്ന്? നിങ്ങൾ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്ത്രീയാണ്.
നിങ്ങൾക്ക് എന്തുറപ്പിലാണ് ഞാൻ സ്ത്രീയാണെന്ന് പറയുന്നത്? ബട്ട് സംഹൗ യു തോട്ട്, നിങ്ങൾ വിചാരിച്ചു ഞാൻ സ്ത്രീയാണെന്ന്, അല്ലെങ്കിൽ ഇന്ന ശരീരമുള്ളൊരു സ്ത്രീയാണെന്ന്. അപ്പോഴേ നിങ്ങൾ വിചാരിച്ചാണ് ഇന്ന കാസ്റ്റിൽപ്പെട്ട ആളായിരിക്കും, ഇന്ന ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായിരിക്കും, ഞാൻ കുറച്ച് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നത്, ഇന്ന സ്ഥലത്ത് എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. ഇത് ഞാൻ ഒരു വാക്ക് ഇവിടെ പറയുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ എൻ്റെ ഒരു പരിപാടി ഇതിനു മുമ്പേ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ബോധ്യം വന്നു കഴിഞ്ഞു, ദാറ്റ് ഇന്ന ഗ്രൂപ്പിൽ പെട്ട ഒരു വ്യക്തിയാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്നുള്ളത്. അങ്ങനെ നിരന്തരമായിട്ട് ഐഡൻറ്റിറ്റീസ് ലോഡഡും ഇൻസ്ക്രൈബ്ഡും ആയിട്ടുള്ള ജീവിതങ്ങളാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പച്ച മനുഷ്യൻ ഹോമോസാപ്പിയൻ എന്ന് പറഞ്ഞ സാധനം ബുക്കുകളിലും അബ്സ്ട്രാക്റ്റ് തിയറിയിലും മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ആൻഡ് ആ ഐഡൻറ്റിറ്റീസിൽ ഒരു ഐഡൻറ്റിറ്റിയാണ് ഫീമെയിൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ആ ഫീമെയിൽ ഐഡൻറ്റിറ്റിയും അത് എന്താണ് മൊണോലിത്തിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആ ഫീമെയിൽ ഐഡൻറ്റിറ്റിയുടെ കൂടെ തന്നെ ഇറ്റ് ഇസ് ഗ്രൂപ്പ്ഡ് വിത്ത് അതർ കൈൻഡ്സ് ഓഫ് ഐഡൻറ്റിറ്റീസ്. ഈ കാസ്റ്റിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ട്, ക്ലാസിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ട്. ഇതേ കാര്യം പുരുഷന്മാരെക്കുറിച്ചും ഇതേ കാര്യം നമുക്ക് ഇൻ്റർസെക്സ് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള മനുഷ്യരെക്കുറിച്ചും ക്യൂർ മനുഷ്യരെക്കുറിച്ചൊക്കെ പറയാം. ഈ ഒറ്റ ഐഡൻറ്റിറ്റിയിലേക്ക് മനുഷ്യരെ ചുരുക്കുന്നതാണ് നമ്മളിതിനെ ടെക്നിക്കലി എസെൻഷ്യലൈസിങ് എന്ന് പറയും. ഒന്ന് മാത്രമാണ് മുസ്ലിം മനുഷ്യനെ മുസ്ലിം ഐഡൻറ്റിറ്റിയിലേക്ക് ചുരുക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് വേറെ ഒരുപാട് ഐഡൻറ്റിറ്റികൾ അദ്ദേഹത്തിനോ അവർക്കോ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ കാണുന്നത് മുസ്ലിം ഐഡൻറ്റിറ്റി മാത്രമായിരിക്കും. ഇതുപോലെ ഒരു സ്ത്രീയെ സ്ത്രീ എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയിലേക്ക് മാത്രം ചുരുക്കുന്നതും ആ ചുരുക്കുന്നത് വഴി ആ ഐഡൻറ്റിറ്റിയെ ഇൻഫീരിയറൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെക്സിസം എന്ന് പറയുന്നതിന്. അതിനെതിരെയാണ് നമ്മൾ നിരന്തരമായിട്ട് പോരാടേണ്ടത്. ദാറ്റ് യു ആർ നോട്ട് ലുക്കിംഗ് അറ്റ് മീ ദ ഇൻഡിവിജ്വൽ, യു ആർ ലുക്കിംഗ് അറ്റ് മീ വുമൺ ദ ഇൻഫീരിയർ ക്രീച്ചർ. എന്നിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് ഇൻഫീരിയർ ആയിട്ടുള്ള ഏതോ ഒരു ഐഡൻറ്റിറ്റി പേറുന്ന ഒരാളായിട്ട് ഒരു സ്ത്രീയെ കാണുമ്പോഴാണ് പ്രശ്നം. ദിസ് ഇസ് അനദർ ടൈറ്റിൽ ദാറ്റ് ഐ തോട്ട് ഈസ് റൈറ്റ് വിങ് ഫെമിനിസം സെൽഫ് ഡിഫീറ്റിസ്റ്റ്. തന്നെത്താനെ, അതായത് മാർക്സ് പറഞ്ഞതുപോലെ ക്യാപിറ്റലിസത്തിനകത്ത് അതിൻ്റെ സീഡ്സ്, അതിനെ തന്നെ നശിപ്പിക്കുന്ന സീഡ്സ് ഉണ്ടെന്ന്, ആ സീഡുകൾ തപ്പി തപ്പി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, റീഇൻവെൻറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇറ്റ് ഇസ് സോറി ഫാക്ട്. അതുപോലെ തന്നെ റൈറ്റ് വിങ് ഫെമിനിസത്തിനകത്ത് അതിനെ തന്നെ തോൽപ്പിക്കുന്ന അംശങ്ങളുണ്ടോ? പക്ഷേ എനിക്കത് ഭയങ്കര പ്രോബ്ലമാറ്റിക്കായിട്ട് പിന്നീട് തോന്നിയത് കൊണ്ട് നമ്മൾ ഇതിനെ ഒന്ന് റീഫ്രൈസ് ചെയ്യുകയാണ് വേണ്ടത്. റൈറ്റ് വിങ് വിമൻ എന്ന് തന്നെത്താനെ വിചാരിക്കുന്നവർ ഫെമിനിസത്തിൻ്റെ ഗോൾസിനെ തകർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ അവരെ തന്നെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതായിരിക്കും കുറേ കൂടെ കറക്റ്റ്. കാരണം ഫെമിനിസം എന്നുള്ളത് ആത്യന്തികമായിട്ട് ഇക്വാലിറ്റിയാണ്. സോ നിങ്ങൾ റൈറ്റ് വിങ് പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ, ഇത് ലക്കോഫ് എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ സയൻസ് സ്കോളർ പറഞ്ഞിട്ടുള്ള ഒരു ഡിവിഷനാണ് ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും തമ്മിലുള്ള. വാട്ട് യു സീ ഹിയർ ഇസ് ലെഫ്റ്റ് വിങ് ആൻഡ് ഓവർ ദേർ ഇസ് റൈറ്റ് വിങ്. ഇതൊരു 100% ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കാലത്തിനനുസരിച്ചും കൺട്രീസ് അനുസരിച്ചും ഓരോ പ്രദേശങ്ങളുടെ നേറ്റീവ് കൾച്ചറിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ഇത് ലാർജ്ലി ഒരു യൂറോപ്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലെഫ്റ്റ് വിങ്. ഇത് നിങ്ങൾ ഒരിക്കലും ഇത് പാർട്ടികളുമായിട്ട് ചേർത്ത് വായിക്കരുത്. ലെഫ്റ്റ് ഡസ് നോട്ട് മീൻ CPM CPI. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സോഷ്യലിസത്തിൽ ബിലീവ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രോഗ്രസീവ് മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു വലിയ അംബ്രേല ടേമാണ് ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ലെഫ്റ്റ് അലൈ ആയിട്ട് തന്നെ എന്നെ വിളിക്കുന്ന ഒരാളാണ്. അത് പറയുന്നതിൽ എനിക്ക് യാതൊരു കാര്യമില്ല. കാരണം ഞാൻ ഫോളോ ചെയ്യുന്ന മാർക്സിസ്റ്റ് മെത്തഡോളജി എനിക്ക് പാർട്ടി പൊളിറ്റിക്സിന് ബിയോണ്ടായിട്ട് ചിന്തിക്കാൻ പറ്റുമെന്നും അതിനുള്ള സാധ്യതകൾ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ആൻഡ് അത് മ്യൂച്വലി ദളിത് ഫെമിനിസമായിട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവായിട്ടൊരു കാറ്റഗറി ആയിട്ട് ഞാൻ കാണാത്തതും കൊണ്ടാണ്. സോ നമ്മൾ ഇതിന് നിങ്ങൾ ഇതെല്ലാം CPMൻ്റെ വാല്യൂസ്, ഇതെല്ലാം BJPയുടെ വാല്യൂസ് നിങ്ങൾ കാണരുത്. അങ്ങനെയാണെങ്കിൽ നല്ല മണ്ടത്തരമായിരിക്കും ചെയ്യുന്നത്. കാരണം ഈ വാല്യൂസ് ക്യാരി ചെയ്യുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വാല്യൂസ് ക്യാരി ചെയ്യുന്ന ഒരു BJPക്കാരനെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. സോ ലെഫ്റ്റ് വിങ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് വിങ് ഐഡിയാസ് എപ്പോഴും പ്രോഗ്രസീവ് എന്നുള്ളത് ഓരോ കാലഘട്ടം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇന്നലത്തെ പ്രോഗ്രസീവ് ആയിരിക്കില്ല ഇന്നത്തെ പ്രോഗ്രസീവ്. ഇപ്പം എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ സമയത്ത് വളരെ പ്രോഗ്രസീവായിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നു. കാരണം പുള്ളിക്കാരി ആ സമയത്ത് സാരി ഉടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. കാരണം അന്ന് സാരി ഉടുക്കുന്നത് ആ ഒരു സമയത്തുള്ള സ്ത്രീകൾക്ക് ഭയങ്കര പരിഷ്കാരികളാണ് സാരി ഉടുക്കുന്നത്. അമ്മൂമ്മയൊക്കെ ദാവണിയും ചട്ടയും മുണ്ടൊക്കെ ഇട്ടുകൊണ്ടിരുന്ന
സ്ത്രീ ആയിരുന്നപ്പോൾ സാരി ഉടുത്ത് നടക്കുന്ന എന്തോ ഭയങ്കര സെക്സി ആയിട്ട് നടക്കുന്നത്, മോഡേൺ ആയിട്ട് നടക്കുന്നതെന്ന് വിചാരിച്ചു. ആ കാലഘട്ടത്തിൽ അമ്മൂമ്മ സാരി ഉടുത്തുകൊണ്ട് നടക്കുമ്പോൾ അമ്മൂമ്മ പ്രോഗ്രസീവ് സ്ത്രീയായി. എന്നാൽ എൻ്റെ അമ്മ സ്ലീവ്ലെസ്സും സ്കേർട്ടും ഒക്കെ ഇട്ടുകൊണ്ടൊക്കെ അമ്മൂമ്മ പറയും നിനക്ക് സാരി ഉടുത്തോണ്ട് നടന്നൂടെ എന്ന്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ആ പ്രോഗ്രസീവ് എന്നുള്ള ഐഡിയ മാറി. ഓരോ സമയത്തും തന്നെത്താനെ പുതുക്കി ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ മൂല്യങ്ങളെ എംബ്രേസ് ചെയ്യാൻ കുറേ കൂടെ തുറന്ന മനസ്സോടെ നിൽക്കുന്നതിനെയാണ് നമ്മൾ ലെഫ്റ്റ് വിങ് പ്രോഗ്രസീവ്നെസ് എന്ന് പറയുന്നത്. എന്നാൽ ഇതേ കാര്യമാണ് നമ്മൾ റൈറ്റ് വിങ്ങിൽ കൺസർവേറ്റീവ്നെസ് എന്ന് പറയുന്നത്. ഓരോ കാലഘട്ടത്തിലും ഇപ്പോഴുള്ളതാണ് ശരി. അതായത് എനിക്ക് ഇതിൽ എന്നോട് എൻ്റെ പാർട്ട്ണർ ഇത് എവിടെ ഇരിപ്പുണ്ട്, ശബരിമലയെക്കുറിച്ച് പറയരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇല്ലല്ലോ, പുള്ളി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശബരിമലയിൽ ഇപ്പം ഒരുപാട് വർഷം മുമ്പേ ശബരിമല ഒരു മലയേറിയ ഷ്രൈനായിട്ടിരുന്നുകൊണ്ട് ഉള്ള സമയത്ത് അവിടെ ബ്രാഹ്മണരാരും പോകത്തില്ലായിരുന്നു. പോകാതിരുന്ന സമയത്ത് അവിടെ പോകുന്ന ബ്രാഹ്മണർ വേണമെങ്കിൽ നമുക്ക് പ്രോഗ്രസീവ് എന്ന് വിളിക്കാം. ബിക്കോസ് അതുമായിട്ട് അറ്റാച്ച് ചെയ്യില്ല. കാരണം ട്രൈബൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് സ്വന്തമായിട്ട് പൊല്യൂഷൻ വരുത്താനുള്ള ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് അവരെടുക്കേണ്ടി വരും. പക്ഷേ ഈ ബ്രാഹ്മണ ഇല്ലങ്ങളൊക്കെ താങ്ക്ഫുള്ളി ക്ഷയിച്ചൊക്കെ പോയപ്പോഴത്തേക്ക് ഇവർക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വന്നപ്പോഴത്തേക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇവർ എടുക്കുകയാണ്. അപ്പം ആ സ്റ്റെപ്പ് മേ ബി ആ ഒരു കോണ്ടെക്സ്റ്റിൽ, ആൻഡ് ലെറ്റ് ബി എംഫസൈസ്, ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് പ്രോഗ്രസീവ് എന്ന് പറയാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ബ്രാഹ്മണ ക്ഷേത്രമായി ഏകദേശം മാറിക്കഴിഞ്ഞിട്ട് ഇവർ പറയുകയാണ് ഇത് ഞങ്ങളുടെ ക്ഷേത്രമാണെന്ന് പറഞ്ഞ് മലയാളിയൊക്കെ പുഷ് ചെയ്ത് വെളിയിൽ കളഞ്ഞിട്ട് ഇവരുടെ ആചാരങ്ങൾ മാത്രമായപ്പം ഇവരുടെ കൂടെ നിൽക്കുന്ന ഒരു ടീമുണ്ട്. അതായത് ഇവർ പണ്ടേ ഇവിടെ ഉണ്ട്, ഇവരുടെ ആചാരങ്ങളാണ് ശരിക്കും ഉള്ള ആചാരങ്ങളെന്ന് പറഞ്ഞ് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഈ സമയത്തെ കൺസർവേറ്റീവായിട്ട് മാറും. ഈ സമയത്ത് പ്രോഗ്രസീവ് ആൾക്കാർ പറയും അവിടെ സ്ത്രീകളെ കയറ്റാൻ അനുവദിക്കണം എന്നുള്ളത്. അനുവദിച്ചില്ലെങ്കിൽ അത് അൺടച്ചബിലിറ്റിയുടെ മറ്റൊരു ഫോമാണെന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും റെഡി ടു വെയിറ്റ് ടീം എവിടെയാണ്, റെഡി ടു ഗോ ടീം എവിടെയാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ദി ഐഡിയ ഓഫ് വാട്ട് ഇസ് കൺസർവേറ്റീവ്, വാട്ട് ഇസ് പ്രോഗ്രസീവ് കീപ്സ് ഓൺ ചേഞ്ചിങ് വിത്ത് ടൈം. ബട്ട് ദ നോഷൻ ഓഫ് പ്രോഗ്രസീവ്നെസ് റെസ്റ്റ് ഓൺ ദി ഐഡിയ ഓഫ് ചേഞ്ച്. ഞാനിപ്പോൾ റെഡിയാണ്. ഞാൻ 5 വർഷം മുമ്പേ പറഞ്ഞ കാര്യമൊന്നുമല്ല ഞാനിപ്പോൾ പറയുന്നത്. കാരണം കാലം മാറി, എൻ്റെ ഐഡിയാസ് മാറി, ലോകത്തിൽ ജസ്റ്റിസ് എന്നുള്ള ഐഡിയ മാറി, കുറേ കൂടെ വൈഡൻ്റായി, കുറേ കൂടെ ഇൻക്ലൂസീവായെങ്കിൽ ഞാൻ അതിനനുസരിച്ച് മാറണം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രസീവ് എന്ന് നമ്മൾ കഴിഞ്ഞ തലമുറയിൽ വിളിച്ച പലവരെയും നമുക്കിപ്പോൾ ഭയങ്കര കൺസർവേറ്റീവായിട്ട് തോന്നും. ഇപ്പം എൻ്റെ അച്ഛൻ ഭയങ്കര, ഇവിടെ ഉണ്ടായിരിക്കും അങ്ങനത്തെ ആൾക്കാർ, ഭയങ്കര സന്തോഷമായിട്ട് ജാടയൊക്കെ ആയിട്ട് പറയുന്നു ഞാൻ ശ്രീധരം മേടിക്കാതെയാണ് കല്യാണം കഴിച്ചതെന്ന്. ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു മനുഷ്യനാകളെന്ന് പറഞ്ഞു തന്നെ. കാരണം അതൊന്നും അത്ര വലിയ കാര്യം, അതൊരു വലിയ കാര്യമേ അല്ല. നിങ്ങൾ കല്യാണം നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ കല്യാണമേ കഴിക്കരുതായിരുന്നു എന്ന് ഞാൻ തിരിച്ചു പറഞ്ഞേനെ. അല്ല, ആകെ ഒരു ഗുണം ഞങ്ങളെപ്പോലെ 2 മക്കളുണ്ടായെന്നുള്ളതാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം. അപ്പം സോ the ideas of what is conservative, what is progressive, this will keep on changing and it has to change. അപ്പോൾ സെറ്റായിട്ടുള്ളൊരു ഗോള് നമുക്ക് ഇന്ന ഐഡിയൽസ് ആണ് പ്രോഗ്രസീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 1, 2, 3, 4 അക്കം ഇതും എല്ലാം തികഞ്ഞാൽ നിങ്ങൾ പ്രോഗ്രസീവായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദിസ് വിൽ കീപ്പ് ഓൺ ചേഞ്ചിങ്. പിന്നെ അതിൻ്റെ കൂടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്ട്രോങ്ങർ കൺട്രി. അതായത് സ്ട്രോങ്ങർ കൺട്രി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മോർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള എല്ലാ മനുഷ്യരും പുരോഗമിക്കുന്ന, എല്ലാ മനുഷ്യർക്കും പുരോഗമിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ഒരു രാഷ്ട്രം, ഒരു ദേശരാഷ്ട്ര സങ്കല്പത്തിലാണ് പ്രോഗ്രസീവ് ഐഡിയാസ് നങ്കൂരിട്ടിരിക്കുന്നത്. എന്നാൽ മറ്റേ സൈഡിൽ നിങ്ങൾ ഇഫ് യു ആർ സമ്മൺ ഹു ബിലോങ്സ് ടു ദ റൈറ്റ് വിങ്, നിങ്ങൾ പറയും ആർമി സ്ട്രോങ് ആകുന്നതിലൂടെയാണ്, അതല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് ഫോഴ്സസ് സ്ട്രോങ് ആകുന്നതിലൂടെയാണ് ഒരു കൺട്രി സ്ട്രോങ് ആകുന്നത്. കാരണം ഒരു ഭയങ്കര വാർമോങ്കറിങ് ആൾക്കാരാണ്, ഭയങ്കര എന്താ പറയുന്നത്, ഇപ്പം ടോക്സിക് മാസ്കുലിനിറ്റി ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന മനുഷ്യരായതുകൊണ്ട് കൊണ്ട് തന്നെ ഇങ്ങനെ പോരിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. പക്ഷെ ഇവരാരും പോരിന് പോകില്ല. പാവപ്പെട്ട 20,000 രൂപ മാത്രം ശമ്പളം കിട്ടുന്ന നേരെ ചൊവ്വേ ഭക്ഷണം കിട്ടാത്ത ജവാന്മാരാണ് പോരിന് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എപ്പം NDA അല്ലെങ്കിൽ BJP പവറിൽ വന്നാലും നിങ്ങൾ സാധാരണ ജവാന്മാരോട് ചോദിച്ചു നോക്ക്, ദ എക്സ്ട്രീംലി ഫിയർഫുൾ. അതായത് തോക്കുകളുടെ കാര്യത്തിൽ അഴിമതി കാണിക്കുന്നത്, യൂണിഫോമിൻ്റെ കാര്യത്തിൽ അഴിമതി കാണിക്കുന്നത്, ശവപ്പെട്ടിയുടെ കാര്യത്തിൽ അഴിമതി കാണിക്കുന്ന മനുഷ്യരാണ് പറയുന്നത് ഇല്ല നമുക്ക് സ്ട്രോങ് വെപ്പൺസ് വേണം.
നമുക്കൊരു സ്ട്രോങ് ആർമി വേണം. ഈ ഒരു വിരോധാഭാസം നമുക്ക് നിരന്തരമായിട്ട് റൈറ്റ് വിങ്ങിൽ കാണാൻ പറ്റും. സ്ട്രോങ് ആർമി പറഞ്ഞുകൊണ്ടേയിരിക്കും, പക്ഷെ ആരും അവരുടെ മക്കളെ ആർമിയിൽ ചേർക്കില്ല. ഇത് ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, എത്ര പേരുടെ മക്കൾ, എത്ര പേരുടെ നെഫ്യൂസ് ആർമിയിലുണ്ട് എന്നുള്ളത്. ഇതേ കാര്യം നിങ്ങൾക്ക് അമേരിക്കയിൽ കാണാൻ പറ്റും. നമ്മൾ ഇറാഖ് വാറിൻ്റെ സമയത്തും അഫ്ഗാനിസ്ഥാൻ്റെ സമയത്തും ഇഷ്ടംപോലെ സ്കോളർലി ആർട്ടിക്കിൾസ് പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ഈ ഫൈറ്റിന് വിടുന്ന ആരെയാണെന്നറിയാവോ? കറുത്തവർഗ്ഗക്കാരായിട്ടുള്ള ബ്ലാക്ക് മെന്നിനെയാണ്, യങ് ബ്ലാക്ക് മെന്നിനെ. 16 വയസ്സ് തൊട്ട് അവിടെ മാൻഡേറ്ററി റിക്രൂട്ട്മെൻറ്റ് ഉള്ളതുകൊണ്ട് 30 വയസ്സ് വരെയുള്ള കറുത്തവർഗ്ഗക്കാരായിട്ട് ആണുങ്ങളെയാണ് ഈ ഫൈറ്റിന് വിടുന്നത്. എന്നാൽ ദാറ്റ് ഈസ് എ ഫൈറ്റ് ദാറ്റ് ദേ ഡിഡ് നോട്ട് വാണ്ട് ടു എൻറ്റർ ഇൻ ടു. കാരണം ഈ കറുത്തവർഗ്ഗക്കാരും വോട്ട് ചെയ്തിട്ടല്ല ഇവരെ ജയിപ്പിക്കുന്നത്, ബുഷ് മിനിസ്ട്രിയെ ജയിപ്പിച്ചിട്ടുള്ളത്. സോ ഈ ഒരു വൈരുദ്ധ്യം കാണാൻ പറ്റും. ഇതുപോലെ തന്നെ ഓവറോൾ പ്രോസ്പെരിറ്റി ലെഫ്റ്റ് വിങ് പറയുമ്പം ഫ്രീ മാർക്കറ്റ്, അതായത് എല്ലാ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളെല്ലാം ഫ്രീ മാർക്കറ്റിലൂടെ തീർന്നുകൊള്ളും. ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, കച്ചവടത്തിൻ്റെ ഫോഴ്സസ് എല്ലാ കൈൻഡ് ഓഫ് അസമത്വവും തീർക്കും. അതല്ലേ നമ്മുടെ ചില സുഹൃത്തുക്കൾ, എന്താണ് അതിന് പറയുന്നത്, എസൻസ് സുഹൃത്തുക്കൾ, അതിൽ ഒരാളെ കൊണ്ട് എനിക്ക് ഒരു രക്ഷയില്ല. ഞാൻ എപ്പോൾ ക്ലബ് ഹൗസിൽ കയറിയാലും എന്നോട് വന്ന് പറയും ക്യാപിറ്റലിസം കാസ്റ്റിനെ തീർത്തോളും, ക്യാപിറ്റലിസം ക്ലാസ്സിനെ തീർത്തോളൂ എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും പറഞ്ഞ സുഹൃത്തിൻ്റെ പേര് ഞാൻ മറന്നു. ഇദ്ദേഹം ഇങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ക്യാപിറ്റലിസം നിങ്ങളെ ഭയങ്കരമായിട്ട് സഹായിക്കും. ഇവർ മറ്റേ സാധനമൊക്കെ കോട്ടെ ബിൽ ഗേറ്റ്സിന് എന്താണ് നിങ്ങൾ ദരിദ്രനായിട്ട് ജനിക്കുന്നത് തെറ്റല്ല, ദരിദ്രനായിട്ട് മരിക്കുന്നത് തെറ്റാണ്, ഇങ്ങനെയുള്ള കുറേ ഡിക്റ്റംസും ഒക്കെ ഇവർ പറയും. ബട്ട് ഇറ്റ് ഇസ് സോ ഫണ്ണി ദാറ്റ് ഭയങ്കര കഴിവുള്ള എക്സ്ട്രീം ആട്ടെ. ഇപ്പം അതിന് ഇതിനകത്ത് കുഞ്ഞാമൻ മാഷ് പറയുന്നൊരു കാര്യമുണ്ട്. KR രാജും കൂടെ സംസാരിക്കുന്ന സമയത്ത് കുഞ്ഞാമൻ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയായിട്ട് നിങ്ങളിവിടെ എത്തിയില്ലേ എന്ന് KR രാജ് ആ ഒരു ചൊവ്വയിൽ KR രാജ് സംസാരിക്കുമ്പം കുഞ്ഞാമൻ സാർ തിരിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ സിറ്റുവേഷനിലായിരുന്നു ഞാനെങ്കിൽ എനിക്കൊരു നൊബേൽ പ്രൈസ് കിട്ടിയേനെ. വിച്ച് ഇസ് വെരി വെരി ട്രൂ. വി ആർ വെരി ലിമിറ്റഡ് ബൈ ദ രോഹിത് വെമുലയുടെ ഒരു ശകലം കടമെടുത്ത് പറയുകയാണെങ്കിൽ ബൈ ദ ഇൻസിഡൻറ്റ് ഓഫ് ബർത്ത്. നമ്മൾ എവിടെ ജനിക്കുന്നു, ആരുടെ മകനായിട്ട് ജനിക്കുന്നു, ആരുടെ മകളായിട്ട് ജനിക്കുന്നു എന്നുള്ളത് ഡിറ്റർമിൻസ് അവർ ഐഡൻറ്റിറ്റി, ഡിറ്റർമിൻസ് അവർ ലൈഫ്. സോ ഇത് എത്ര ഫ്ലോഡാണ് ഫ്രീ മാർക്കറ്റ് എന്നുള്ളത്, ക്യാപിറ്റലിസം എന്നുള്ളത് എല്ലാ ഉച്ചനീചത്വങ്ങളെ ഇല്ലാതാക്കും എന്നുള്ളത് എക്സ്ട്രീംലി ഫ്ലോഡ് ആയിട്ടൊരു ഫിലോസഫിയാണ്. പക്ഷെ അത് റൈറ്റ് വിങ് ഭയങ്കരമായിട്ട് എംബ്രേസ് ചെയ്യുന്ന ഒരു ഫിലോസഫിയാണ്. എഫക്റ്റീവ് ഗവൺമെൻറ്, അതായത് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു ഗവൺമെൻറ്റിനെ പലപ്പോഴും ലെഫ്റ്റ് വിങ് പുഷ് ചെയ്യാറുണ്ട്, വിച്ച് ഇസ് ഓൾസോ പ്രോബ്ലമാറ്റിക് ബൈ ദ വേ. എല്ലാ കാര്യത്തിലും ഗവൺമെൻറ് ഇടപെടണോ എന്നുള്ളത് ലോട്ട് ഓഫ് ഫെമിനിസ്റ്റ് ഹാവ് ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ചിൽഡ്രൻ ഷുഡ് ഐ ഹാവ്? അബോർഷൻ റൈറ്റ്സ് ഇത് ഗവൺമെൻറ് ആണോ ഞാനാണോ തീരുമാനിക്കേണ്ടത്? എൻ്റെ ശരീരത്തിൽ ഒരു ഭ്രൂണം വളരണോ എന്നുള്ളത് ഞാനാണോ തീരുമാനിക്കേണ്ടത്, ഗവൺമെൻറ് ആണോ തീരുമാനിക്കേണ്ടത്? അപ്പോൾ എല്ലാ കാര്യത്തിലേക്കും പടർന്നു വരുന്ന ഒരു ഗവൺമെൻറ്റിനെ നമുക്ക് ലെഫ്റ്റ് ഐഡിയൽസിൽ കാണാൻ പറ്റും, വിച്ച് ഈസ് ഓൾസോ പ്രോബ്ലമാറ്റിക്. റൈറ്റ് വിങ്ങിൽ ഓഫ് കോഴ്സ് സ്മോളർ ഗവൺമെൻറ്, ഇന്ത്യയിൽ അത് വിരോധാഭാസമാണ്, സ്മോളർ ഗവൺമെൻറ്റിന് വേണ്ടി വാദിച്ചിട്ടില്ല. റൈറ്റ് വിങ് ഓൾസോ ആസ്ക് ഫോർ ഗ്രാസ്പ് എവ്രിവെയർ, സർവെയിലൻസ് എവ്രിവെയർ. ലാസ്റ്റ് മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്യാൻ എപ്പോഴും ലെഫ്റ്റ് ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ ലെഫ്റ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള വ്യക്തികൾ ശ്രമിക്കാറുണ്ട്. റൈറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള വ്യക്തികൾ ട്രഡീഷൻ, ഫാമിലി വാല്യൂ, കുടുംബ മഹിമ, കുടുംബമാണ് ഏറ്റവും നല്ല ഇത്, അച്ഛനാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന, അമ്മ ദേവി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ഇവർ അവസാനം അച്ഛനമ്മയെ നോക്കുമെന്ന് പോലും നമുക്ക് അറിയില്ല. I do not know, I can't comment on that. For me, what is the right-wing feminism? ഇത് ഞാൻ സാറ അഹമ്മദിൻ്റെയും സാറ ഫാരിസിൻ്റെയും ഐഡിയ കടമെടുത്ത് പറയുന്നതാണ്. അവർ പറയുന്നത് യൂറോപ്പിൻ്റെ കോണ്ടെക്സ്റ്റിൽ റൈറ്റ് വിങ് ഫെമിനിസം എന്ന് പറയുന്നത് ഫെമിനിസത്തിനെ റൈറ്റ് വിങ്ങിൻ്റെ പർപ്പസുകൾക്ക് വേണ്ടി, ഫെമിനിസത്തിനെ പോപ്പുലിസത്തിൻ്റെ, മെജോറിറ്റേറിയനിസത്തിൻ്റെ, ഓക്കെ മെജോറിറ്റിസം ഇസ് ബേസിക്കലി ദിസ്, ഒരു കൺട്രിയിൽ നിങ്ങൾക്ക് കൂടുതൽ ഒരു റിലീജിയസ് ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ ഒരു എത്തനിക് ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ ഒരു ജെൻഡർ ഭൂരിപക്ഷ വാഴ്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഭൂരിപക്ഷ വാഴ്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ ഫെമിനിസത്തിലെ ചില കാര്യങ്ങളെ മാത്രം നിറ്റ്
പിക്ക് ചെയ്തെടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവർ വെട്ടി നികത്തും, വെട്ടി മാറ്റും. പക്ഷെ ഫെമിനിസ്റ്റുകൾ പറയുന്ന അല്ലെങ്കിൽ ഫെമിനിസത്തിൻ്റെ വേവ്സിൽ ഉണ്ടായി വന്ന അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ വാദിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഭയങ്കര ഫെമിനിസ്റ്റുകളാണ് എന്ന് നടിച്ചുകൊണ്ട്, ഞങ്ങൾ വിമൻസ് റൈറ്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവരാണെന്ന് നടിച്ചുകൊണ്ട്, എന്നാൽ റൈറ്റ് വിങ് അജണ്ടയെ മുമ്പോട്ട് കൊണ്ടുവന്ന് ഫർദർ ഏൽപ്പിക്കുന്ന അഡ്വാൻസ് ചെയ്യുന്നതിനെയാണ് റൈറ്റ് വിങ് ഫെമിനിസം എന്ന് സാറ ഫാരിസും സാറ അഹമ്മദും പറയുന്നത്. അതിന് സാറ ഫാരിസ് വളരെ മനോഹരമായിട്ടുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ട്, വിച്ച് ഐ റിയലി ലൈക്ക്. ഇതിനെ ഫെമോ നാഷണലിസം എന്നാണ് ഇവർ വിളിക്കുന്നത്. നമ്മൾ ഹൈപ്പർ നാഷണലിസം അല്ലെങ്കിൽ കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്നത് പോലെ ഫെമോ നാഷണലിസം എന്നാണ് ഇവരിതിനെ അഭിസംബോധന ചെയ്യുന്നത്. ഈ ഒരു ഫിനോമിനൻ വേർ യു ഹാവ് വിമൻ ലീഡേഴ്സ് ആൻഡ് ദാറ്റ് ടു യൂഷ്വലി വെരി ഫിയേഴ്സ്, വെരി സോ കോൾഡ് പവർഫുൾ, എക്സ്ട്രീംലി വോക്കൽ, എക്സ്ട്രീംലി അഗ്രസീവ് ആയിട്ടുള്ള സ്ത്രീകളെ ഈ റൈറ്റ് വിങ് ഫോഴ്സസ് തിരഞ്ഞെടുക്കും. എന്നിട്ട് അവർക്ക് കീ പൊസിഷൻസ് കൊടുക്കും. മിനിസ്ട്രിയിലാണെങ്കിലും പാർട്ടിക്കകത്താണെങ്കിലും കീ പൊസിഷൻസ് കൊടുക്കും. സോ ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഇസ് മെറീൻ ലിപ്പൻ, ഫ്രഞ്ച് റൈറ്റ് വിങ്ങിൻ്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്ന. യു ഹാവ് ദിസ് ഇസ് എ വെരി ഫണ്ണി വിയേർഡ് സിറ്റുവേഷൻ വേർ യു ഹാവ് അതൽ and she is a lesbian who sides with the far right, not even the right, the far right in Germany. Not even finance minister. And then we have people like Smriti Irani, you have Vasundhara Raje, you have dime a dozen. എന്നിട്ട് ഇവർക്കെല്ലാം കീ പൊസിഷൻസ് കൊടുക്കും. എന്നിട്ട് ഈ ടോക്കണിസം വഴി അവർ പറയും, ഓ ഞങ്ങൾ ഭയങ്കര ഫെമിനിസ്റ്റ് മനുഷ്യരാണ്, ഞങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യരാണ്. എന്നാൽ ഇവർ ചെയ്യുന്നത് എന്താ? ടോക്കണിസ്റ്റ് പൊസിഷനാണ്. ഇവർ ചൂസ് ചെയ്യുന്ന സ്ത്രീകളെ നിങ്ങൾ എടുത്തു നോക്കണം. ഏറ്റവും പേട്രിയാർക്കലായിട്ടുള്ള, ഏറ്റവും മിസോജിനിസ്റ്റിക് ആയിട്ടുള്ള, ഇപ്പോൾ രാജാവിനേക്കാളും കൂടുതൽ രാജഭക്തി എന്ന് പറയുന്നത് പോലെ തന്നെ പിതാവിനേക്കാളും കൂടുതൽ പേട്രിയാർക്കി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്ത്രീകളെ ഇവർ ചൂസ് ചെയ്യും. ഇത് മറ്റേ ഫാനൻ പറയുന്നത് പോലെയാണ്, വൈറ്റ് സ്കിൻ ബ്ലാക്ക് മാസ്ക് എന്ന് പറയുന്നത് പോലെയാണ്. ഇവരുടെ പുറംചട്ട മാത്രമേ പലപ്പോഴും സ്ത്രീ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ദേ ഊസ് പേട്രിയാർക്കി. പക്ഷെ ഫെമോ നാഷണലിസത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്, അപ്പോൾ ഇവർ പലപ്പോഴും വേണമെങ്കിൽ ഫോർ ഇൻസ്റ്റൻസ് മെറിയൻ ലിപ്പൻ ഞാൻ ഫെമിനിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ത്രീയാണ്. അപ്പോൾ അവർ പലപ്പോഴും ഫെമിനിസ്റ്റുകളായിട്ട് നടിക്കും. എന്നാൽ ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സ്ത്രീ പുരുഷ സമത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർ പറയും, ഇല്ലില്ല, ഞങ്ങൾ സ്ത്രീ പുരുഷ സമത്വത്തിലൊന്നും വിശ്വസിക്കുന്നില്ല, സ്ത്രീ ഭാര്യയായിട്ട് തന്നെ ഇരിക്കണം, കുഞ്ഞുങ്ങളെ പ്രസവിക്കണം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ സ്ത്രീക്കും എഡ്യൂക്കേഷൻ വേണം, കാരണം കുട്ടികളെ പഠിപ്പിക്കണമല്ലോ. പിന്നെ സ്ത്രീക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഒക്കെ കൊടുക്കണം. പക്ഷെ പുരുഷനെ ഇങ്ങനെ കുറച്ച് 0.5% ഇങ്ങനെ താഴ്ന്നു നിന്നാൽ മതി എന്ന് വിചാരിക്കുന്ന എന്ന് പറയുന്ന ഒരു പറ്റം സ്ത്രീകളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. യൂറോപ്പിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഈ ദിസ് ഇസ് എ വണ്ടർഫുൾ വർക്ക്, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇത് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം. ഇൻ ദ നെയിം ഓഫ് വിമൻസ് റൈറ്റ്സ് എന്ന് പറഞ്ഞ സാറ ഫാരിസിൻ്റെ വർക്കാണ്. സാറ ഫാരിസ് ഇറ്റ്സ് എ ബ്രില്യൻറ്റ് വർക്ക്. എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൽ ഇറാഖിൽ വിമൻസ് റൈറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞ് അമേരിക്കൻ ഇൻവേഷനെ സപ്പോർട്ട് ചെയ്യാൻ ലിബറൽസിനെ വരുതിയിലാക്കിയത് എന്നുള്ളതിൻ്റെ കൂടെ ഒരു പഠനമാണിത്. അതായത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് മനുഷ്യരെ കൺവിൻസ് ചെയ്യുന്നു. അപ്പോൾ റൈറ്റ് വിങ് അങ്ങനെ കൺവിൻസ്ഡായി. പക്ഷേ അപ്പോഴും കൺവിൻസ്ഡ് ആകാതെ എവിടെ ഇതിൻ്റെ എവിഡൻസ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേ പ്രോഗ്രസീവ് ആൾക്കാരുണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ ലിബറൽസ് എന്ന് വിളിക്കുന്ന മനുഷ്യർ, അവർ പറയാണ്, ഞങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് വേണ്ടിയും കൂടെയാണ്, അവിടെ ഡെമോക്രസിക്ക് വേണ്ടിയാണ് ഞങ്ങൾ വാദിക്കുന്നത്. അവിടെ സ്ത്രീകൾ ഭയങ്കര ഡിസംപവേർഡാണ്, അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകൾക്ക് ഒട്ടും വിമോചനമില്ല, ഞങ്ങൾ പോയി അവരെ വിമോചിപ്പിക്കാം. ഈ വിമോചനത്തിൻ്റെ പ്രശ്നം ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ സ്ത്രീകളെ വിമോചിക്കാൻ ഞങ്ങളിങ്ങനെ സേവിയേഴ്സായിട്ട് ഇങ്ങനെ വരും, വേറെ ആരും വിമോചിപ്പിക്കരുത്, ഞങ്ങൾ തന്നെ വിമോചിക്കും, നിങ്ങൾ വെയിറ്റ് ചെയ്യുക അത്രയും നാളെന്ന് സ്ത്രീകളോട് പറയുന്ന. ഞാൻ ഒരുപാട് മീറ്റിങ്ങൾക്ക് പോയിട്ടുണ്ട്. താങ്ക്ഫുള്ളി ഈ മീറ്റിങ്ങിൽ അങ്ങനെ നടന്നില്ല, വിമതയുടെ അങ്ങനെ നടന്ന് കണ്ടിട്ടുമില്ല. ഒരുപാട് സംഘടനകളുടെ വനിതാ വിങ്ങിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ എന്നെ വിളിക്കും. അപ്പം ഇപ്പം ഞാനതിന് നോ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, കാരണം എനിക്ക് കേരളത്തിലെ സിറ്റുവേഷൻ ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പറയും, ഞങ്ങളുണ്ടല്ലോ അങ്ങ് പെണ്ണുങ്ങൾക്ക് വിട്ടുകൊടുത്തു, അവരാണിന്ന് ചെയ്യുന്നത്, അവരാഘോഷിക്കട്ടെ എന്ന്. ഞാനിങ്ങനെ കൊള്ളാല സാധനം, പെണ്ണുങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുക. ആൻഡ് ലിറ്ററലി ദ മെൻ ഡോണ്ട് ഡു എനിത്തിങ്.
അത് സ്ത്രീകളാണ് ഹോള് ബുക്ക് ചെയ്യുന്നതുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ നിരന്തരമായിട്ടൊരു നേതൃപാഠവും കിട്ടാൻ വേണ്ടി എല്ലാ പ്രോഗ്രാമിനും ഇവർ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കില്ല. അതായത് ഞാനിങ്ങനെ കാരണവരായിട്ടിരിക്കും, എന്നിട്ട് ഞാൻ പറയും മാർച്ച് 8-ാം തീയതി നിങ്ങളൊക്കെയുള്ള ദിവസമാണ്, അന്ന് ഒരു ദിവസം ഞാൻ നിനക്ക് വിട്ടുവന്നിരിക്കുകയാണ് എന്ന് പറയുന്ന കൈൻഡ് ഓഫ് സേവിയർ മെൻറ്റാലിറ്റി അയ്യോ കേരളത്തിലാണ് ഞാൻ ഏറ്റവും അധികം കണ്ടിട്ടുള്ളത്. ഇപ്പോൾ പർട്ടിക്കുലർലി വിമൻസ് വിങ് ഉള്ള പല 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 സർവീസ് ഓർഗനൈസേഷൻസിന് ഇതാണ് ഗതി. സോ ഇവരുടെ ഇങ്ങനെയുള്ള ടെൻഡൻസീസ് ഉണ്ടല്ലോ, ദി വൈറ്റ് മാൻ സേവിയർ, ദ മാൻ സേവിയർ, ഇതിനൊക്കെ വളരെ രസകരമായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു വർക്കാണിത്. വേർ ദേ ആർഗ്യൂ ദാറ്റ് സ്ത്രീകളെ വിമോചിപ്പിക്കാൻ വേണ്ടിയാണ് വാറുകൾ, അല്ലെങ്കിൽ സ്ത്രീകളെ വിമോചിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് പറയുന്ന പല പൊളിറ്റിക്കൽ പാർട്ടീസും ശരിക്കും ഈ സ്ത്രീ വിമോചനം എന്നുള്ളത് ഒരു ടൂളായിട്ടാണോ യൂസ് ചെയ്യുന്നത്, അതോ സ്ത്രീകളെ ഫുൾ ഫ്ലെഡ്ജ് ഇൻഡിവിജ്വൽസ്, ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഇൻഡിവിജ്വൽസ് ആയിട്ട് കണ്ടുകൊണ്ടാണോ ചെയ്യുന്നത്? ഇവർ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് അത്ഭുതകരമാണ്. ഇത് ജോർജ് ബുഷിൻ്റെ ഒരു ടോക്കിൽ 2004, അതായത് ഇറാഖ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ളൊരു ടോക്കിൽ, സദ്ദാമിനെ പിടിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു ടോക്കിൽ ഇദ്ദേഹം പറയാണ് സദ്ദാമിൻ്റെ റേപ്പ് റൂമുകൾ നമ്മൾ ഇല്ലാതാക്കി. ആ ഒരു സമയത്ത് 200ഓളം റേപ്പ് റൂമുകൾ ഉണ്ടെന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. ആക്ച്വലി 200ഓളം റേപ്പ് റൂമുകൾ ഉണ്ടായിരുന്നു. ആ റേപ്പ് റൂമുകൾ നമ്മൾ ഇല്ലാതാക്കി, സ്ത്രീകളെ ടോർച്ചർ ചേംബറുകൾ ഞങ്ങൾ ഇല്ലാതാക്കി എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒരു വിമൻസ് ഡേ, ഇൻ്റർനാഷണൽ വിമൻസ് ഡേ സ്പീച്ച് കൊടുക്കുകയാണ്. എന്നാൽ അവിടെയുള്ള ആക്ച്വൽ റിസർച്ച് നമ്മളെ കാണിക്കുന്നത്, ആൻഡ് ദിസ് ഇസ് ഫ്രം ദിസ് വുമൺ കോൾ നജേ അൽ അലി. നജേ അൽ അലി ഒരു സോഷ്യോളജി പ്രൊഫസറാണ്. ഇവരുടെ റിസർച്ചിൽ നജേ അൽ അലി ആൻഡ് നിക്കോള പ്രാറ്റ് ഇവരാണ് മേജർ കോൺട്രിബ്യൂട്ടർ. അതിനകത്ത് നജേ അൽ അലി ആർഗ്യൂ ചെയ്യുന്നത്, നിങ്ങൾ ഇറാഖിൻ്റെ സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 2000 ആണ്ടിൽ അവിടെ ഏകദേശം 87% ലിറ്ററസി ഉണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും ചേർത്ത്. അമേരിക്കൻ ഫോഴ്സസ് അവിടെ ഓക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞ് 2005 കണക്കുകൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും 50% ലിറ്ററസി ആയി. അതായത് ഫ്രം 87% ലിറ്ററസി ഫോർ ദ ഹോൾ കൺട്രി, അതിൽ നിന്ന് താഴെ 50%. ഈ 50% ലിറ്ററസിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 64% ലിറ്ററസിയായി. 64% ലിറ്ററസിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ മാത്രം ലിറ്ററസി എടുത്ത് നോക്കുകയാണെങ്കിൽ അത് 50%ആയിട്ട് കുറയുന്നത് നമുക്ക് കാണാം. അതായത് 87% ലിറ്ററസി ഉണ്ടായിരുന്ന സ്ഥലത്തിൽ നിന്ന് ഇവർ സ്ത്രീകളെ വിമോചിച്ച് അത് 50% കൊണ്ടുവന്നു. റേപ്പ് റൂമുകൾ കണ്ടിന്യൂ ചെയ്തു. റേപ്പ് റൂം പെർപ്പട്രേറ്റേഴ്സിനെ യാതൊരു വിധത്തിലും ശിക്ഷിക്കാതെ വെറുതെ വിട്ടു. 2 മില്യണോളം സ്ത്രീകൾ വിഡോഡായി. അതിൽ ഏകദേശം 50,000-ഓളം സ്ത്രീകൾ അബ്സല്യൂട്ട്ലി പോവേർട്ടി ലൈനിൻ്റെ താഴെ പോയി മാൽനറിഷ്ഡായി കുഞ്ഞുങ്ങൾ മരിക്കുന്ന സിറ്റുവേഷനിൽ എത്തി. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനെ ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് വിളിക്കുന്നതാണ് ഫെമിനൈസേഷൻ ഓഫ് പോവർട്ടി എന്ന്. അതായത് ദാരിദ്ര്യം മാത്രമല്ല, അതൊരു സ്ത്രൈണീകരിച്ചൊരു ദാരിദ്ര്യമാണ്. ഇറ്റ് വിൽ ബി മോർ വിമൻ ഹു ആർ പുവർ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സംഭവിക്കുന്നത് വിമനെ വളരെ ചീപ്പ് ലേബറായിട്ട് യൂസ് ചെയ്യും. അതായത് നേരത്തെ ഒരു സ്ത്രീക്ക് 50 രൂപ കിട്ടിക്കൊണ്ട് ഇരുന്ന സ്ഥലത്ത് 20 രൂപയ്ക്ക് ആ സ്ത്രീ റെഡിയാകും ജോലി ചെയ്യാൻ. ഇനി നാളെ ഒരു സന്ദർഭത്തിൽ ഇവിടുന്ന് ഒരുപാട് ആണുങ്ങളെ ടോർച്ചർ ചേമ്പേഴ്സിലോട്ട് പിടിച്ചുകൊണ്ട് പോയി, ഒരുപാട് ആണുങ്ങൾ കാണാതെ പോയി. ഈ ആണുങ്ങൾ തിരിച്ചു വരികയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ജോലി ഓൾറെഡി 50 രൂപയുടെ ജോലി 20 രൂപയെ. ഇനി ഈ ആണുങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ പെണ്ണുങ്ങൾ ഈ ജോലിയിൽ നിന്ന് മാറി കൊടുക്കേണ്ടി വരും. കാരണം ബ്രെഡ് വിന്നറുടെ ഐഡിയ അപ്പോഴും ആണുങ്ങളാണ്. ഗൃഹനാഥനാണായതുകൊണ്ട് ഈ 20 രൂപയുടെ ജോലി ആണുങ്ങൾക്ക് പോകും. അപ്പോൾ സ്ത്രീകൾ തിരിച്ച് വീട്ടിലേക്ക് ക്ലോയിസ്റ്റേഡ് ആകും. 1. 2, ഈ 20 രൂപ കൂടില്ല. നേരത്തെ 50 രൂപ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് 20 രൂപയാണ്. കാരണം സ്ത്രീയാണ് ജോലി ചെയ്യുന്നത്. 50 രൂപ ആണിന് കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അതേ ജോലി സ്ത്രീ ചെയ്യുമ്പോൾ 20 രൂപയാകും. ആ 20 രൂപ പിന്നെ പുരുഷന്മാർ തിരിച്ചു വന്നു കഴിഞ്ഞാലും അത് മുകളിലോട്ട് കയറാൻ ക്യാപിറ്റലിസ്റ്റ് അനുവദിക്കില്ല. ആ ലോവർ വേജ് തന്നെയാകും. അപ്പോൾ ഫെമിനൈസ്ഡ് ആയിട്ടുള്ള പോവർട്ടി ജനറേഷണലായിട്ട് കണ്ടിന്യൂ ചെയ്യും. അവരുടെ എക്കണോമി തകർന്നുകൊണ്ടേയിരിക്കും. അവരുടെ കറൻസിയുടെ വാല്യൂ താഴ്ന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ പോവർട്ടി തന്നെ ഫെമിനൈസ്ഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ
നമുക്ക് കാണാൻ പറ്റും. ഇത് UN-ൻ്റെ തന്നെ ഒരു സൈറ്റ്, UN വിമൻ സൈറ്റിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അവരുടെ തന്നെ റിപ്പോർട്ട്, അതായത് UN ബാക്ക്ഡ് ബൈ US ഒബ്വിയസ്ലി, എന്നിട്ട് പോലും നമ്മൾ UN വിമൻ്റെ സൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഇറാഖിലെ സിറ്റുവേഷൻ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വിമൻസ് റൈറ്റ്സിൻ്റെ കാര്യത്തിൽ ഐ വിൽ ഗെറ്റ് ബാക്ക് ടു ദിസ്, വിമൻ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്ത്രീപക്ഷ പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ ഏകദേശം 70 വർഷം പുറകോട്ട് നീക്കുകയാണ് ഇറാഖ് ചെയ്തത്. അഫ്ഗാനിസ്ഥാൻ്റെ സിറ്റുവേഷനും ഏകദേശം 64 വർഷമോ 65 വർഷമോ പിന്നോട്ട് നീങ്ങിയതായിട്ടാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. അപ്പോഴും ബുഷ് പറയും ഞങ്ങൾ സ്ത്രീകളെ വിമോചനത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് പോയത് എന്നുള്ളത്. ആൻഡ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് സാറ ഫാരിസ് ആർഗ്യൂസ് ദാറ്റ് വാട്ട് ഹാസ് ഹാപ്പൻ ഹിയർ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഫെമിനിസത്തിനെ വെപ്പണൈസാണ് റൈറ്റ് വിങ് ചെയ്തിട്ടുള്ളത്. ഫെമിനിസം മുമ്പോട്ട് വെച്ച പല ഐഡിയാസ്, ഫോർ ഇൻസ്റ്റൻസ് ഈക്വൽ ആക്സസ് ടു വർക്ക്, ഈക്വൽ റൈറ്റ്സ് ടു എഡ്യൂക്കേഷൻ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ ഗവേണൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതൊന്നും തേർഡ് വേൾഡ് കൺട്രീസിൽ പലയിടങ്ങളിലും ഇല്ല. എന്നാൽ അമേരിക്കയോട് തിരിച്ചു നോക്കണം, നിങ്ങളുടെ ആദ്യത്തെ ഫീമെയിൽ പ്രസിഡന്റ് എവിടെ പോയി? ഇന്ന് വരെ ഇത്രയും വർഷമായില്ലേ, ഓൾമോസ്റ്റ് 177 years ഐ തിങ്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ഇത്ര വിമൻസ് ലിബ് പറയുന്നത് നിങ്ങൾക്ക് ഒറ്റ ഫീമെയിൽ പ്രസിഡന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തുകൊണ്ടാണ് പറ്റാത്തത്? ബട്ട് ദേ വിൽ സ്റ്റിൽ സേ ഇല്ല, അത് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലാണ് സ്ത്രീക്ക് വിമോചനം ആവശ്യം, ബാക്കി ഞങ്ങളുടെയൊക്കെ സ്ത്രീകളൊക്കെ വിമോചിക്കപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ് എന്നുള്ള ഇതേ ഐഡിയാസ് നമുക്ക് മൈഗ്രൻ്റ് പോളിസീസിൽ കാണാൻ പറ്റും. കോൺസ്റ്റൻ്റ്ലി യൂറോപ്പിൽ ഇപ്പോൾ ഉള്ള വലിയൊരു അലമുറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വിലാപം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ജോലികളൊക്കെ ഈ മൈഗ്രൻസ് വന്ന് കൊണ്ടുപോവുകയാണ്. ഇവർ തന്നെ ഗ്രേറ്റ് റീപ്ലേസ്മെൻറ്റ് തിയറി എന്നൊക്കെ വിളിക്കാറുണ്ട്. അതായത് വൈറ്റ് പോപ്പുലേഷനെ നമ്മളെ പോലെയുള്ള ബ്രൗൺ പോപ്പുലേഷനും ബ്ലാക്ക് പോപ്പുലേഷനൊക്കെ വന്നിട്ട് അവർ റീപ്ലേസ്ഡ് ആകുകയാണ്, അവരുടെ ജോലികളൊക്കെ കൊണ്ടുപോവുകയാണ് എന്നുള്ളത്. എന്നിട്ട് ഇവരുടെ തന്നെ ഒരു അഡ്വർടൈസ്മെൻ്റാണ് ഇത്. EU പോളിസിയിൽ യൂറോപ്യൻ ആണുങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല. അപ്പോൾ യൂറോപ്യൻ ആണുങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. യൂറോപ്യൻ പെണ്ണുങ്ങളുടെ ജോലി കുറിച്ചൊരു കൺസേൺ ഇല്ല, 1. 2, ഈ യൂറോപ്യൻ ആണുങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും യൂറോപ്യൻ പെണ്ണുങ്ങൾ ആ ജോലിയിൽ കയറാറുണ്ട്. സോ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ അനലിസ്റ്റുകളുടെ കാര്യം എടുത്ത് നോക്കിയാൽ യു ഹാവ് ഓൾമോസ്റ്റ് മോർ ദാൻ 30% വിമൻ ഹു ഹാവ് ബിക്കം അനലിസ്റ്റ്. അപ്പം പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ജോലി എടുക്കുന്നു അല്ലെങ്കിൽ ജോലി തട്ടിപ്പറിക്കുന്നു എന്നുള്ളൊരു കൺസേൺ ഉണ്ട്, 1. ബാക്കി ഈ പെണ്ണുങ്ങളിലും ബാക്കിയുള്ള ആണുങ്ങളിലും ഒരു നല്ല ശതമാനം വരുന്നത് തേർഡ് വേൾഡ് കൺട്രീസിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു കൺസേൺ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ ഈ വിമൻ അനലിസ്റ്റുകളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 30% വിമൻ അനലിസ്റ്റുകളായി അല്ലെങ്കിൽ ഡോക്ടേഴ്സായി അങ്ങനെ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് വിമൻ ഇപ്പം ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം ഈ വിമനുള്ള കെയർ ഗീവിങ് ഡ്യൂട്ടീസ് ഉണ്ടല്ലോ, ഈ സ്ത്രീകളുടെ വീട്ടിലെ വീട്ടുപണി ആര് ചെയ്യും? അവിടുത്തെ ആണുങ്ങൾ ചെയ്യുമെന്നാണ് നിങ്ങളുടെ വിചാരം? ആ മിത്ത് ഓഫ് വെസ്റ്റേൺ മാൻ ഡൂയിങ് ഓൾഡ് ഹൗസ് ഹോൾഡ് ചോർസിലൊന്നും നിങ്ങൾ വിടരുത്. ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അമേരിക്കയിൽ, ഒരാരും അങ്ങനെ ഭയങ്കര പണിയെടുക്കുന്ന മനുഷ്യരൊന്നുമല്ല. അവരുടെ അമ്മമാരെ ആര് നോക്കുന്നു? അവരുടെ വയസ്സായ മനുഷ്യരെ ആര് നോക്കുന്നു? അല്ലെങ്കിൽ കെയർ ഗീവിങ് എന്ന് നമ്മൾ വിളിക്കുന്ന ജോലികൾ, ക്ലീൻ ചെയ്യുന്ന, കുക്ക് ചെയ്യുന്ന, കുഞ്ഞുങ്ങളെ നോക്കുന്ന ജോലികൾ ആരാണ് ചെയ്യുന്നത്? ഇവിടെ നിന്ന് പോകുന്ന കറുത്തവർഗക്കാരികളായിട്ടുള്ള സ്ത്രീകളും നമ്മളെ പോലുള്ള ബ്രൗൺ സ്കിൻഡായിട്ടുള്ള സ്ത്രീകളുമാണ് കെയർ ഗീവിങ് ജോലികൾക്ക് പോകുന്നത്. അതിനോട് യൂറോപ്യൻ യൂണിയന് യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് നഴ്സുമാർ ഇനിയും പോയിക്കൊണ്ടിരിക്കും, കാരണം അതൊരു ഫെമിനൈസ്ഡ് ജോബാണ്. ആ നഴ്സിംഗ് ജോബുകളും ആ ഫിസിയോതെറാപ്പിസ്റ്റ് ജോബുകളും ആ കെയർ ഗീവിങ് ജോബുകളും നാനി ജോബുകളും എല്ലാം റിസർവ്ഡ് ആണ്. ആർക്ക്? നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക്. എന്തിന്? വെളുത്തവർഗക്കാരികൾക്കൊപ്പം പോകാമല്ലോ, അവർക്ക് ടീച്ചേഴ്സ് ആകാം, അവർക്ക് സയൻറ്റിസ്റ്റ് ആകാം, അനലിസ്റ്റ് ആകാം. അപ്പോൾ ആ ഗ്യാപ്പിലേക്കാണ് പലപ്പോഴും മൈഗ്രൻസ് ആയിട്ടുള്ള നമ്മൾ പോകുന്നത്. നമ്മളോട് ഇവർക്ക് പിണക്കമില്ല. യുവിന് നമ്മൾ ഈ പോകുന്ന കെയർ ഗീവിങ് ജോലികളിലോട്ട് പോകുന്ന സ്ത്രീകളോട് പിണക്കമില്ല. അവരുടെ ഐഡിയൽ അവരുടെ ഐഡിയൽ മൈഗ്രൻ്റ് ആണ് നമ്മൾ. അവരുടെ നോൺ ഐഡിയൽ മൈഗ്രൻ്റ് ആരാണ്? ഇവിടെ തോന്നുന്ന കറുത്തവർഗക്കാരായിട്ടുള്ള ആണുങ്ങൾ, ബ്രൗൺ സ്കിൻഡായിട്ടുള്ള ആണുങ്ങൾ. കാരണം അവർ ചെന്ന് ഞങ്ങളുടെ സ്ത്രീകളെ ഇംപ്രഗ്നേറ്റ് ചെയ്ത് ഒരു മിസജനേറ്റഡ് പോപ്പുലേഷൻ വരുമെന്ന്. ഇതിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ഈസിയാണ് അല്ലേ, കാരണം നമ്മൾ വെളുത്തവർഗക്കാരെ കുറിച്ചല്ലേ പറയുന്നത്. ഇതേ ഉത്കണ്ഠയാണ് നമുക്കുള്ളത്. ഇവിടെ ബംഗാളി ആണുങ്ങളെക്കുറിച്ചുള്ള പലവരുടെയും സംസാരം കേട്ടാൽ ഈ ലോകത്തുള്ള ഏറ്റവും ഇമ്മോറൽ മനുഷ്യർ ബംഗാളിൽ നിന്നാണോ നമുക്ക് തോന്നും.
പേടിയാണ്. ഒരു സ്ഥലത്ത് പോയാൽ എന്നോടൊക്കെ പറയുന്നത്, ടീച്ചറൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നില്ല, അവിടെ ഒരുപാട് ബംഗാളികളുള്ളതാണ്. ബംഗാളികൾ ഒരു പേടിയില്ല, നിങ്ങളെ പേടിയുള്ളൂ എന്ന് പറയും. ലിറ്ററലി എന്നോട് നമുക്ക് ഹോട്ടലിൽ പോകാമെന്ന് പറഞ്ഞിട്ടുള്ളത് ബംഗാളികളല്ല. എന്നോട് ടീച്ചർ എന്തിനാ ആ സമയത്ത് യാത്ര ചെയ്യുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നത് ബംഗാളികളല്ല, ഇതെല്ലാം മലയാളികൾ തന്നെയാണ്. പക്ഷേ ഇമ്മോറാലിറ്റിയുടെ സ്റ്റീരിയോ ടൈപ്പ് വെരി ക്ലിയർലി മനുഷ്യൻ ഔട്ട്സൈഡർ എന്ന് വിളിക്കുന്ന ആളുടെ പുറത്താണ് ചാർത്തി കൊടുക്കുന്നത്. യൂറോപ്പിൻ്റെ കാര്യത്തിൽ അത് മൈഗ്രൻസ് നമ്മളെപ്പോലുള്ള ആൾക്കാരാണ്. അപ്പം നമുക്കത് മൈഗ്രൻ്റ് ആയിട്ട് നമുക്ക് തോന്നില്ല. നമ്മൾ പറയും നമുക്ക് അവിടെയൊക്കെ ജോലി വേണമെന്ന്. അപ്പോൾ എൻ്റെ അനിയത്തി സ്പെയിനിൽ പഠിക്കാൻ പോയപ്പോഴത്തേക്ക് എൻ്റെ അനിയത്തി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എൻ്റെ അനിയത്തിയോട് എൻ്റെ അമ്മാവന്മാർ പറഞ്ഞു വിടുകയാണ്, നീ അവിടെ പോയി വല്ല ബ്ലാക്ക് ആളെയൊന്നും കല്യാണം കഴിച്ചുകൊണ്ട് വരരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അനിയത്തി തിരിച്ചു ചോദിക്കും, അപ്പോൾ ഞാനൊരു സ്ത്രീയെ കല്യാണം കഴിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അത്രയും കുഴപ്പമില്ല. അവർക്ക് ആക്ച്വലി കുഴപ്പമില്ല. അവർക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആളെ കല്യാണം കഴിച്ചുകൊണ്ട് വരരുത്. അപ്പം എൻ്റെ അനിയത്തി സ്പെയിനിൽ പോയിട്ട് ആദ്യമായിട്ട് വീഡിയോ കോൾ ചെയ്യുമ്പോൾ പറഞ്ഞാണ്, എൻ്റെ മാമനോട് പറയാണ്, മാമ പേടിക്കണ്ട, ഇവിടുത്തെ ബ്ലാക്ക് ആൾ ഞാനാ, വേറെ ആരും അവിടെ ബ്ലാക്ക് ഇല്ല. കാരണം അവൾ ഇന്ത്യൻ ആണെങ്കിൽ അവർ കാണുന്നതെല്ലാം ബ്ലാക്ക് ആയിട്ട്, നമ്മൾ നോർത്ത് ഇന്ത്യ പോയാൽ നമ്മളെല്ലാം മദ്രാസിൽ നിന്ന് കാണുന്നത് പോലെ അവരുടെ മൈഗ്രൻ്റ് എന്ന് കാണുന്നുള്ള കണ്ണിലാണ് നമ്മളെയും കാണുന്നത്. പക്ഷേ ഈ മൈഗ്രൻസിനോടുള്ള ദേഷ്യം ഇത് ഭയങ്കര എന്താണ്, സൺസ് ഓഫ് ദ സോയിൽ വാദം പെട്ടെന്ന് പടരുന്ന ഒരു സാധനമാണ്. എന്തോ നമുക്കെന്തോ ഭയങ്കര ഗ്രേറ്റ്നെസ് ഉണ്ടെന്ന് ഏത് കമ്മ്യൂണിറ്റിയും തന്നെത്താനെ ഷോൾഡറിൽ ടാപ്പ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇതുകൊണ്ടാണ് നമ്മൾ മൈഗ്രൻ്റ് എന്ന് വിചാരിക്കുന്നത്. അവർ മൈഗ്രൻ്റ് ആകണമെന്നില്ല, അവർ ആയിരക്കണക്കിന് വർഷമായിട്ട് ഇവിടെ തന്നെ ജീവിക്കുന്നവരായിരിക്കാം. പക്ഷെ മൈഗ്രൻ്റ് ലേബൽ ചാർത്തി കൊടുത്താൽ അവരോടൊരു ദേഷ്യം, അവരെ ഡിമോണൈസ് ചെയ്യുന്ന, അവരെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുന്ന ടെൻഡൻസി കോൺസ്റ്റൻ്റ്ലി നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് റൈറ്റ് വിങ് ഫെമിനിസത്തിൽ അപ്പം ഇതെല്ലാം തന്നെ റൈറ്റ് വിങ് ഫെമിനിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. അതായത് നമ്മുടെ ജോലികൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ വെൽത്ത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്കാണെന്നൊന്നും ആരോ പറഞ്ഞില്ല, നമ്മുടെ മംഗൾസൂത്ര വരെ പിടിച്ചുകൊണ്ട് പോകും എന്നുള്ളത്. ഇത് കോൺസ്റ്റന്റ് റൈറ്റ് വിങ് ത്രെറ്റ് ആണ്. ഇത് ഇവിടെ മാത്രമല്ല, ഒരേ മുഖമാണ്. എല്ലാ റൈറ്റ് വിങ്ങുകൾക്കും ഒരേ മുഖമാണ്, ഒരേ സ്ട്രാറ്റജിയാണ്. ഏകദേശം ഒരു 200 വർഷമായിട്ട് ഇവർക്ക് പുതിയ ട്രിക്ക് പോലും ഇല്ല. പക്ഷേ എല്ലാ ട്രിക്കിനും നമ്മൾ വീഴുമെന്നുള്ളതാണ് ഏറ്റവും കഷ്ടം എന്ന് പറയുന്നത്. ഇതുപോലെ റൈറ്റ് വിങ് ടാക്റ്റിക്കാണ്. ഏതെങ്കിലുമൊക്കെ വിമൻസ് റൈറ്റ്സ് ഇവർക്ക് എംബ്രേസ് ചെയ്യണം, പക്ഷെ ഫുള്ളി ഇവർക്ക് ഫെമിനിസം എംബ്രേസ് ചെയ്യാൻ പറ്റത്തുമില്ല. കാരണം ഫുൾ ഫെമിനിസം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഇൻക്ലൂസീവാണ്, ഇൻ്റർസെക്ഷണലാണ്. അപ്പോൾ ട്രാൻസ് മനുഷ്യരല്ലാത്ത ഫെമിനിസം അല്ല. പക്ഷെ അവിടുത്തെ റൈറ്റ് വിങ് ഫെമിനിസ്റ്റുകൾ ബയോ എസെൻഷ്യലിസ്റ്റുകളാണ്. അതായത് ബയോളജിക്കലി നിങ്ങൾ സ്ത്രീയായിട്ട് ജനിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിമൻസ് റൈറ്റ്സ് തരാവൂ, അല്ലെങ്കിൽ ബയോളജിക്കലി നിങ്ങൾക്ക് ഗർഭം ധരിക്കാൻ പറ്റുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിമൻസ് റൈറ്റ്സിന് നിങ്ങൾ അർഹരുള്ളൂ എന്ന് പറയും. ഇവരെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ടെർഫ് എന്ന് പറയുന്നത്, ട്രാൻസ് എക്സ്ക്ലൂഷണറി റാഡിക്കൽ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്. ഇവർ ഭയങ്കര തമാശക്കാരാണ്. നമ്മുടെ ഹാരി പോട്ടർ എഴുതിയ സ്ത്രീയൊക്കെ ഇതിനകത്ത് പെടുന്ന ആളാണ്. അവിടെ ഞങ്ങൾ ഒരുപാട് ഹാരി പോട്ടർ ഫാൻസ്, ഇപ്പം ഹാരി പോട്ടർ തന്നെ ജനിച്ചു, തന്നെ എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. സോ ഇൻക്ലൂഷൻ എന്നിവർ പറയുമ്പോഴും അതിൽ പല ഗ്രൂപ്പിനെ വെട്ടി ഇല്ലാതാക്കും. കാരണം പൂർണ്ണമായിട്ട് ഇവർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും ഇവർ പറയുന്നത് ബയോളജിക്കലി ജനിച്ച സ്ത്രീകളെ മാത്രമേ ഞങ്ങൾ വിമണായിട്ട് അംഗീകരിക്കുള്ളൂ എന്ന്? കാരണം ഇവർക്ക് സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഗർഭപാത്രമാണ്. അതിന് ബിയോണ്ടായിട്ട് ഇവർക്ക് സ്ത്രീയെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സ്ത്രീക്ക് മറ്റ് ഒരു പ്രൊജനിയെ ജനിപ്പിച്ചാൽ മാത്രമേ അവർക്ക് റൈറ്റ് കൊടുക്കാവുള്ളൂ. ഇപ്പം എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എൻ്റെ യോനിയും എൻ്റെ ഗർഭപാത്രവും മാത്രമാകുമ്പോൾ മാത്രമേ എനിക്ക് വിമൻസ് റൈറ്റ്സ് തരാവുള്ളൂ എന്ന് പറയുന്നതിനേക്കാളും വലിയ എക്സ്ക്ലൂസീവ്നെസ് ഈ ലോകത്തില്ല. ഇവർ പറഞ്ഞു വെക്കുന്നതാണ്. അപ്പോൾ ഇവരോട് തന്നെ നമ്മൾ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പ്രസവിക്കാൻ പറ്റാത്ത സ്ത്രീകളെ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുത്തും? ബയോളജിക്കലി സ്ത്രീയായിട്ട്, സോക്കോൾഡ് സ്ത്രീയായിട്ട് ജനിച്ച് പ്രസവിക്കാൻ പറ്റാത്ത. അപ്പോൾ ഇവർക്ക് ആൻസർ ഇല്ല. കാരണം ഇത് ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇവർ ഈ ട്രാൻസ് എക്സ്ക്ലൂസീവ്നെസ്സിലൂടെ അവർ അംഗീകരിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ സ്ത്രീയെ ബർത്തിങ് മെഷീനായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ്. ഇത് വൈൽ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ദ ലാർജർ പോയിന്റ് ഈസ് കോൺസ്റ്റൻ്റ്ലി ഇവർ ഇൻക്ലൂസീവ് ആണ് എന്ന് പറഞ്ഞു വെക്കുകയും എന്നാൽ ഇവരുടെ ഇൻക്ലൂഷനകത്ത് പല വിഭാഗങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ട് എപ്പോഴും ഇരിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരിക്കും ഈ റൈറ്റ് വിങ് ഫെമിനിസ്റ്റ്. ഞാൻ മനഃപൂർവ്വമാണ് യൂറോപ്പിനെ യൂസ് ചെയ്തത്. കാരണം നമ്മുടെ കാര്യം പറയുമ്പോൾ നമുക്ക് പലവർക്കും പ്രശ്നം ഉണ്ടാകും.
ഇനി ഇതേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഇതേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ അറിയാവുന്ന സോഷ്യൽ സിനാറിയോയിൽ പൊളിറ്റിക്സിൽ നിങ്ങളൊന്ന് വെറുതെ എംപ്ലോയ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും എക്സ്ക്ലൂഷൻ വിത്തിൻ ഇൻക്ലൂഷൻ എന്നുള്ളൊരു സ്ട്രാറ്റജി, കുറേ പേരെ മൈഗ്രൻ്റ് ആയിട്ട് കാണുന്ന സ്ട്രാറ്റജി. നമ്മൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ യൂറോപ്പിനെയൊക്കെ പല കാര്യങ്ങളും നമുക്ക് തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും റൈറ്റ് വിങ് എക്സ്ട്രീമിസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ യൂറോപ്പിനെയൊക്കെ തോൽപ്പിച്ച് നിൽക്കുന്നുണ്ട്. കാരണം നമ്മുടെ കാര്യത്തിൽ ഗോൾവാൾക്കർ വർഷങ്ങൾ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇക്വാലിറ്റി ഫോർ വിമൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം, അതായത് ഇന്ത്യൻ നാഷണൽ സ്ട്രഗിളിൻ്റെ ആ ഒരു സമയത്താണ് ഇത് പറയുന്നതെന്നും കൂടെ അത് നമുക്ക് ഭയങ്കര ബഞ്ച് ഓഫ് തോട്ട്സ് ഒക്കെ വായിച്ച് നമുക്ക് ഭയങ്കര അറപ്പ് തോന്നുന്ന ബുക്കാണ്. പക്ഷേ ഇത് നിങ്ങൾ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇക്വാലിറ്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ സ്പാർക്കുകൾ ജനിക്കുന്ന സമയത്താണല്ലോ ഇയാളിങ്ങനെ എഴുതിയെന്ന് നോക്കുമ്പോൾ കുറേ കൂടെ നമുക്ക് ദേഷ്യം തോന്നും. സോ ഗോൾവാൾക്കർ പറയുന്നൊരു കാര്യമാണ് ഇക്വാലിറ്റി ഫോർ വിമൺ, ഇമാൻസിപ്പേഷൻ ഫ്രം മാൻസ് ഡോമിനേഷൻ, അതായത് ആണുങ്ങളുടെ പിടിയിൽ നിന്ന് പെണ്ണുങ്ങൾ വിമോചിതരാകുന്നത്, സമത്വം എന്നുള്ള ആശയം. ഇതെല്ലാം നമ്മൾ പറഞ്ഞാലുണ്ടല്ലോ ആണുങ്ങൾക്ക് ഭയങ്കര സങ്കടം വരും. ദാറ്റ് ഈസ് വാട്ട് ഹി ഈസ് സേയിങ്. അത് ഭയങ്കര സൈക്കോളജിക്കൽ പ്രശ്നം ഉണ്ടാക്കും ആണുങ്ങൾക്ക്. ഇത് നിങ്ങൾ ചിരിക്കുന്നുണ്ടോ? 4-5 വർഷം മുമ്പേ നമ്മുടെ സൈനിക മേധാവി പറഞ്ഞു സൈന്യത്തിൽ പെണ്ണുങ്ങളെ എടുത്ത സൈന്യത്തിലെ ആണുങ്ങൾക്ക് മുഴുവൻ ഡിസ്ഹാർട്ടൻഡ് ആകുമെന്ന്. അന്നെന്നാ നിങ്ങൾ റിയാക്ട് ചെയ്യാത്ത? സൈന്യത്തിൻ്റെ കാര്യം വരുമ്പോൾ അയ്യോ അത് പറ്റില്ല. ദിസ് ഇസ് എക്സാക്ട്ലി ഗോൾവാൾക്കർസ് ടേംസ്. അതായത് ആണുങ്ങൾ അപ്സെറ്റ് ആകും, ആണുങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും, അതുകൊണ്ട് ആണുങ്ങൾക്ക് മെൻ്റലി ഡൗൺ ആയി പോകും. അതുകൊണ്ട് നമുക്ക് സ്ത്രീകളെ ഫുൾ ഇൻഡിവിജ്വൽസ് ആയിട്ട് കാണണ്ട. ഇത് പണ്ട് എന്താണ് ഞങ്ങളുടെ സ്കൂളിൽ സ്കേർട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സ്കേർട്ടിൻ്റെ അടിയിൽ ടൈറ്റ്സ് ഇടിപ്പിക്കുമായിരുന്നു. എന്തിനാ? ആണുങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആകരുത്. എന്നാൽ ഇവർക്ക് വല്ല സെക്സ് എഡ്യൂക്കേഷനും കൊടുത്ത് അവരെ നന്നാക്കിയ പോരെ. ഞങ്ങൾ ഈ ചൂടത്തെ ടൈറ്റ്സ് ഇട്ടുകൊണ്ട് നടത്തുന്നതിന് വർഷങ്ങൾ ഞാൻ ടൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഉഷ്ണം എനിക്ക് ഇപ്പോഴും ഉണ്ട്. സോ ദി ഹോൾ ഐഡിയ വേർ ദ മെയിൽ ഗേസ് എന്ന് പറയുന്നത് ആ നോട്ടത്തിലൂടെ ആണ് ഇവിടെ സിറ്റിസൺഷിപ്പ് എന്നുള്ള ഒരു ഐഡിയ കാർവ് ഔട്ട് ആയിരിക്കുന്നത്. ആ നോട്ടത്തിലൂടെ ആണ് ഇവിടെ ഹൂ ഈസ് ഏലിയൻ, ഹൂ ഈസ് നോട്ട്, ഹൂസ് കാസ്റ്റ് ഐഡൻറ്റിറ്റി വിൽ ദ ചൈൽഡ് ബി ഗിവൻ, ആരുടെ കാസ്റ്റ് ഐഡൻറ്റിറ്റിയാണ് കുട്ടിക്ക് കിട്ടുന്നത്, ഏത് രീതിയിലാണ് നമ്മളൊരു സാമൂഹ്യ സാഹചര്യത്തെ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ എസ്തെറ്റിക്സ് കാർഡ് ഔട്ട് ആയിരിക്കുന്നത്. ഇതിനെല്ലാം തന്നെ പേട്രിയാർക്കി വീണ്ടും വീണ്ടും ഇമ്പാക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമ്മുടെ ഒരു ചങ്ങാതിയുടെ വലിയ കൺസേൺ ആയിരുന്നു സ്ത്രീകൾ മോഡേൺ ആയിട്ട് കാറൊക്കെ ഓടിച്ച് നടക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ചങ്ങാതിയാണ് ഈ ചങ്ങാതി. ഇവിടെയാണ് നമ്മൾ ആബ്സല്യൂട്ട്ലി, അതായത് യൂറോപ്യൻ റൈറ്റ് വിങ് ഫെമിനിസത്തിനെയൊക്കെ ആടിച്ച് തകർത്ത് നിഷ്പ്രഭമാക്കി നമ്മൾ റൈറ്റ് വിങ് എക്സ്ട്രീമിലെത്തി ജയിച്ച് നിൽക്കുന്നത് നമുക്ക് സവർക്കറുടെ റൈറ്റിങ്സിൽ കാണാൻ പറ്റും. വേർ ഹീ സേസ്, ഈ ബുക്കിലാണ് 6 ഗ്ലോറിയസ് ഇപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, 1966 എഴുതപ്പെട്ട ബുക്കാണ്. അദ്ദേഹത്തിൻ്റെ മരണം ചിലപ്പോഴൊക്കെ മനുഷ്യർ മരിക്കാറാകുമ്പോഴെങ്കിലും നന്നാവും. ഇവിടെ അതുപോലെ നമുക്ക് കാണാൻ പറ്റത്തില്ല. 1966 ആകുമ്പോൾ ഇദ്ദേഹം എഴുതുന്ന ബുക്ക്, അതായത് 3 വർഷം മുമ്പേ മരിക്കുന്നതിന് 3 വർഷം മുമ്പേ 4 വർഷം മുമ്പേ എഴുതിയ ബുക്കിൽ ഇദ്ദേഹത്തിന് വലിയ വ്യഥയായിട്ട് ഇദ്ദേഹം പറയുന്നതാണ്, അതായത് ഫോൾസ്ഹുഡാണ് പറയുന്നതേ ഫോൾസ്ഹുഡാണ്. അത് പറഞ്ഞിട്ട് പറയാം. ഈ ഒരു സാധനം മാത്രം വെട്ടി നിങ്ങൾ ഇടരുത്. അതായത് ഞാൻ ഈ പറയുമ്പോൾ നെക്സ്റ്റ് സെൻറ്റൻസ്, ഇവിടെ മുസ്ലിം രാജാക്കന്മാർ വന്ന് നമ്മുടെ സ്ത്രീകളെ റേപ്പ് ചെയ്തതുപോലെ നമ്മുടെ ഹിന്ദു രാജാക്കന്മാർക്ക് മുസ്ലിം സ്ത്രീകളെ റേപ്പ് ചെയ്യാൻ കിട്ടിയില്ലല്ലോ, കഷ്ടമായി പോയി എന്ന് പറയുന്ന സവർക്കറിനെ, ഐ എം നോട്ട് മേക്കിംഗ് എനി ഓഫ് ദിസ് അപ്പ്, ഐ എം നോട്ട് ഇവൻ പാരഫ്രേസിങ്. നമ്മുടെ ശിവജിക്കൊന്നും മുസ്ലിം സ്ത്രീകളെ റേപ്പ് ചെയ്യാൻ കിട്ടിയില്ലെന്നുള്ള വലിയ സങ്കടം പ്രകടിപ്പിക്കുന്ന സവർക്കറിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ദിസ് ഇസ് ദ ഹിന്ദുത്വ ഐഡിയോളജി, ദിസ് ഇസ് ദ റൈറ്റ് വിങ് ഐഡിയോളജി. ഇങ്ങനെ ഒരു ഐഡിയോളജിയിലേക്ക് നിങ്ങൾ എങ്ങനെ ഫെമിനിസത്തിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും? ഹൗ ഈസ് ഇറ്റ് ഇവൻ പോസിബിൾ? നമുക്ക് ഇത് നമ്മുടെ വേസ്റ്റ് നൈറ്റ് മെയറിൽ പോലും സ്ത്രീകളെ ഉത്തമ പൗരന്മാരെ ജനിപ്പിക്കുന്ന യന്ത്രങ്ങളായിട്ട് മാത്രം കാണുന്നത്, സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് കാണുന്നത്, മദർ ഇന്ത്യ എന്നുള്ള ഒരു ഐഡിയ ഒരു ഹിന്ദു സ്ത്രീയായി മാത്രം നിൽക്കുന്ന ഒരു ഐഡിയയിലോട്ട് നിങ്ങൾക്ക് ഫെമിനിസത്തിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനേ കഴിയുകയില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ആൻഡ് ലെറ്റ് മീ അണ്ടർലൈൻ ദാറ്റ്. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഇമ്പോസിബിൾ. അതുകൊണ്ട് തന്നെയാണ് റൈറ്റ് വിങ് ഫെമിനിസം എന്ന് പറഞ്ഞൊരു ഫെമിനിസം ഇല്ല.
റൈറ്റ് വിങ് ഫെമിനിസം എന്ന് പറഞ്ഞൊരു ഓക്സിമോറോണേ ഉള്ളൂ. അത് രണ്ടും എന്താണ് ചേർന്ന് പോകാത്ത വിപരീതങ്ങളായിട്ടുള്ള ഐഡിയാസാണ്. ലാസ്റ്റ് സാധനം പറഞ്ഞിട്ട് പോകാം. സോ റൈറ്റ് വിങ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഐഡിയയിൽ ഒരു ഐഡിയൽ വുമൺ ഉണ്ട്, ഒരു ഉത്തമയായ സ്ത്രീയുണ്ട്. ഈ സങ്കല്പങ്ങൾ അതാണ് പടത്തിലുണ്ട്, ഞാൻ നെയിം ചെയ്യുന്നില്ല. ഈ സങ്കല്പത്തിൻ്റെ 3-4 കാര്യങ്ങൾ പറയാം. ഒന്ന്, സർവ്വസഹനയായ അമ്മ. നമ്മൾ മദേഴ്സ് ഡേക്കൊക്കെ കാണുന്ന പോസ്റ്റുകൾ പോലെ സർവ്വസഹനയായ അമ്മ. 2, ആചാര സംരക്ഷകയായ സ്ത്രീ. 3, പേട്രിയാർക്കി പറയുന്ന അനുസരിച്ച് പേട്രിയാർക്കി കൊടുക്കുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ, അതായത് ഇപ്പം നമ്മൾ ചില വീഡിയോസ് കാണില്ലേ, ഒരു പൂവ് കൊണ്ടുവരുമ്പോൾ സന്തോഷിക്കുന്ന സ്ത്രീ, അത് നല്ല അട്ടിയൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം ഒരു ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ സന്തോഷിക്കുന്ന സ്ത്രീ, കേരേട്ടന്മാരുടെ എന്താണ് കാലിപ്പന്മാരുടെ കാന്താരിമാരായിട്ടുള്ള സ്ത്രീകൾ. ഒരിക്കലും ഇനി ഇത്രയൊക്കെ നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആണ്. ഒരിക്കലും കുടുംബത്തെ ക്രിട്ടിസൈസ് ചെയ്യാത്ത സ്ത്രീ, അല്ലെങ്കിൽ സ്ത്രീ എന്ന് വേണ്ട, ഒരിക്കലും കുടുംബത്തെ ക്രിട്ടിസൈസ് ചെയ്യാത്ത മനുഷ്യർ. നോ റീപ്ലേസ് ഓൾ ഓഫ് ദിസ്. ഇഫ് യു ഐഡലൈസ് മദർഹുഡ്, if you think that your wife, your daughter should be an excellent mother, നിങ്ങൾക്ക് 25 വയസ്സാകുമ്പോൾ 24 വയസ്സാകുമ്പോൾ നിങ്ങളുടെ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആദ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ യു ആർ എ റൈറ്റ് വിങ് ഫെമിനിസ്റ്റ്, യു ആർ എ റൈറ്റ് വിങ് പേഴ്സൺ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്താണ് മറ്റേ കതിരും താലികെട്ടും വെച്ചാണ് കല്യാണം നടത്തണമെങ്കിൽ നിങ്ങളൊരു റൈറ്റ് വിങ് പേഴ്സൺ ആണ്. നിങ്ങൾ മേ ബി പാർട്ടിയൊക്കെ വേറെ ആയിരിക്കാം, പക്ഷെ നിങ്ങളുടെ മനസ്സ് മുഴുവൻ റൈറ്റ് വിങ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഫാമിലിയാണ് ഉത്തമമായ സ്ഥലം, പുരുഷനാണ് ഫാമിലിയെ ലീഡ് ചെയ്യേണ്ടത്, ഞാൻ പറയുന്ന അനുസരിച്ചാണ് എൻ്റെ വീട്ടിൽ മീൻകറി വെക്കേണ്ടത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് വിങ് പേഴ്സൺ ആണ്, എനിക്ക് ഉറപ്പാണ്. എന്നിട്ട് നിങ്ങൾ പുരോഗമനം പറഞ്ഞ് നടക്കരുത്. ബാക്കി എല്ലാ കാര്യത്തിലും പുരോഗമനം പറയും, വീട്ടിനകത്ത് മാത്രം പുരോഗമനം ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞാൽ, ലെറ്റ് മീ ടെൽ യു, യു ആർ ദ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് ഹിപ്പോക്രിറ്റ് ഇൻ ദ വേൾഡ്. യു ആർ എൻ ഒപ്രസർ. And let me tell you, you are a right-wing, patriarchal, capitalist, casteist oppressor. Full stop. Thank you. Women empowerment ഉം ഫെമിനിസവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വിമൻ എംപവർ എന്ന് വെച്ചാൽ സോ കോൾഡ് സ്ത്രീ ശാക്തീകരണം. ഈ വാക്ക് തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നൊരു വാക്കാണ്. സ്ത്രീകൾക്ക് ശക്തി ഇല്ലാത്തതുകൊണ്ട് വെളിയിൽ നിന്നൊക്കെ ശക്തി ഇമ്പോർട്ടൊക്കെ ചെയ്യുന്ന പോലെയാണ്. സ്ത്രീനെ കുത്തിവെച്ച് ശക്തിപ്പെടുത്തുന്ന മറ്റേ ശക്തിമാനെ പോലെ, അല്ലെങ്കിൽ സ്പിനായിച്ച് കൊടുത്ത് പോപ്പായിക്ക് ശക്തി വരുന്ന പോലെ സ്ത്രീക്ക് വെളിയിൽ നിന്ന് ശക്തി കൊടുക്കണം. അതുകൊണ്ട് വിമൻ എംപവർമെൻറ്റ്, ദാറ്റ് വാസ് ദ വേർഡ് വിച്ച് വാസ് യൂസ്ഡ് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം. ആക്ച്വലി സമൂഹത്തിനെ ബോധവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്, വിമൻ എംപവർമെൻ്റ് അല്ല. ബട്ട് ഇറ്റ് ഇസ് കോൾഡ് വിമൻ എംപവർമെൻറ്റ്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഫെമിനിസവും വിമൻ എംപവർമെൻറ്റും തമ്മിൽ തെറ്റിപ്പോകാറുണ്ട്. വിമൻ എംപവർമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് സ്ത്രീകളെ സ്കൂളിൽ വിടുന്നത്. ഇതൊരു ഫെമിനിസ്റ്റുകൾ ആവശ്യപ്പെട്ടൊരു ഐഡിയ ആണ്, ഫെമിനിസ്റ്റ് ഗോളാണ്. പക്ഷെ സ്റ്റേറ്റ് പലപ്പോഴും ഇത് ചെയ്യുന്നത് വിമൻ എംപവർമെൻറ്റിന് വേണ്ടി. കാരണം സ്ത്രീയെ സ്കൂളിൽ വിടുന്നത് എന്തിനാ? അടുത്ത ജനറേഷൻ ബെറ്റർ ആകാൻ വേണ്ടി. ഇത് റെക്കോർഡഡ് കാര്യമാണ്. പാർലമെന്റിൽ ലെജിസ്ലേഷനിൽ പാർലമെന്റിൽ വാദിച്ചതാണ്. അടുത്ത ജനറേഷൻ നന്നാകണമെങ്കിൽ, അതായത് സ്ത്രീ പ്രബുദ്ധയാകാൻ വേണ്ടിയല്ല, സ്ത്രീ ഫുൾ ഫ്ലെഡ്ജ് ഇൻഡിവിജ്വൽസ് അവരുടെ റൈറ്റ്സ് തിരിച്ചറിയുന്ന ഒരാളാകാൻ വേണ്ടിയല്ല, അടുത്ത ജനറേഷനെ ശരിയാക്കാൻ വേണ്ടി സ്ത്രീക്ക് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ സ്ത്രീയെ ജോലിക്ക് വിടണം. കാരണം എന്താ? നാഷണൽ ജി ഡി പിയിൽ 50% പോപ്പുലേഷൻ ജോലി ചെയ്യാതിരുന്നാൽ ഈ GDP വർദ്ധിക്കില്ല. അപ്പം നാഷണൽ എക്കണോമി ബെറ്റർ ആകാൻ വേണ്ടി സ്ത്രീയെ ജോലിക്ക് അനുവദിക്കണം. സോ ഇറ്റ് നെവർ തിങ്സ് ഓഫ് വിമൻ ആസ് ഫുൾ ഫ്ലെഡ്ജ് ഇൻഡിവിജ്വൽസ്, റേതർ സ്റ്റേറ്റിന് വേണ്ടി, ഫാമിലിക്ക് വേണ്ടി, പേട്രിയാർക്കി മുമ്പോട്ട് വെക്കുന്ന ഐഡിയൽസ് പൂർത്തീകരിക്കാൻ വേണ്ടി സ്ത്രീക്ക് ചില ബ്രെഡ് ക്രംസ് ത്രോ ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ചില ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. അതിന് ഫെമിനിസമായിട്ട് തെറ്റിദ്ധരിക്കല്ല്. ഈ ജാതിക്ക് പോയി വേഷം കെട്ടി നടക്കുന്ന ഈ സ്ത്രീകൾ ഒരിക്കലും വീട്ടിൽ ചെന്നിട്ട് ഇതേ വാളും പിടിച്ചുകൊണ്ട് നിന്നാൽ എങ്ങനെയിരിക്കും? ഞാൻ റെഡി ടു വെയിറ്റ് ടീംസിനോട് എനിക്ക് ചോദിക്കണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. നിങ്ങളുടെ വീട്ടിൽ ചായ ഇടുന്ന ഇപ്പോഴും നിങ്ങൾ തന്നെയല്ലേ എന്ന്. അത് സ്ത്രീ ശാക്തീകരണമല്ല. ഇറ്റ് ഈസ് എന്താണ്, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഫെമിനിസം അറ്റ് ഓൾ. ഒന്ന്, അത് വിമൻ എംപവർമെൻ്റ് അല്ല. രണ്ട്, അത് ഫെമിനിസമേ അല്ല. കാരണം എന്നെ ഇൻഫീരിയർ ആക്കുന്ന ഒരു സിദ്ധാന്തത്തിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ എന്ത് പാവക്കൂത്ത് കാണിച്ചാലും അൾട്ടിമേറ്റ്ലി എൻ്റെ റൈറ്റ്സ് നഷ്ടപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. സോ ഇറ്റ് കനോട്ട് ബി കോൾഡ് ഫെമിനിസം. കാരണം ഫെമിനിസം എന്നുള്ളത് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് ഇസ് എ മൂവ്മെൻറ്റ് ടു എൻഡ് സെക്സിസം. സോ ഇഫ് യു ആർ ഗോയിങ് അഗെയിൻസ്റ്റ് ദാറ്റ്, ദെൻ ഇറ്റ് ഈസ് നോട്ട് ഫെമിനിസം അറ്റ് ഓൾ. റേതർ അതൊരു സ്ത്രീക്ക് ഏജൻസി കൊടുക്കുന്നതാണ്. സ്ത്രീക്ക് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ പേട്രിയാർക്കിയുടെ ആഗ്രഹങ്ങൾ
അല്ലെങ്കിൽ പേട്രിയാർക്കിയുടെ ഗോൾസ് പൂർത്തീകരിക്കാൻ വേണ്ടി സ്ത്രീക്ക് ഒരു വര വരച്ചിട്ട് ആ വരയ്ക്കകത്തുള്ള തീരുമാനങ്ങൾ, ആ വരയ്ക്കകത്തുള്ള സെലിബ്രേഷൻ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയുന്നത്, അതിന് നമുക്ക് ഫെമിനിസം എന്ന് വിളിക്കാൻ പറ്റില്ല, അതിനെ ഒരു മേ ബി ഒരു ലിമിറ്റഡ് വിമൻ എംപവർമെൻറ്റ് എന്ന് വിളിക്കാൻ പറ്റും. കാരണം ആ ചെറിയ ഇടത്തിൽ നിന്ന് ചിലപ്പോൾ സ്ത്രീകൾ അവരുടെ റൈറ്റ്സിനെ കുറിച്ച് ബോധവതികളായി മാറും. ചിലപ്പോൾ ആ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അങ്ങനെയാണ്. ഇറ്റ് വാസ് നെവർ ഫോർ വിമൻ ടു ബിക്കം എംപവേർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റുകളൊക്കെ വിമൻ ഫ്രണ്ട്ലി ആകണ്ടേ? ഞങ്ങളൊക്കെ പഠിച്ച ടെക്സ്റ്റുകളിൽ എത്ര വിമൻ സെൻറ്റേർഡ് ആയിട്ടുള്ള കഥകളുണ്ട്, എത്ര ഫീമെയിൽ അനാറ്റമി പോലും പഠിപ്പിക്കുന്നില്ല. പക്ഷെ പുരുഷന് വേണ്ടി സ്ത്രീക്ക് കൊടുത്ത ആ ഒരു ഫ്രീഡത്തെ യൂസ് ചെയ്തുകൊണ്ട് ഫെമിനിസ്റ്റിക് ഗോൾസ് പലപ്പോഴും അച്ചീവ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദാറ്റ് കനോട്ട് ബി കോൾഡ് ആസ് ഫെമിനിസം. ഇറ്റ് ക്യാൻ ഓൺലി ബി കോൾഡ് ആസ് ദ ഗ്രാൻറ്റിംഗ് ഓഫ് ലിമിറ്റഡ് ഏജൻസി. സ്ത്രീക്ക് ചെറിയ ഏജൻസി, അങ്ങനെ തന്നെയാണ് ഫെമിനിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്, ചെറിയ ഏജൻസി. അതായത് എൻ്റെ ഒരു കസിനോട് എൻ്റെ ഫാമിലിയിലുള്ള ഒരാൾ പറഞ്ഞതാണ്, ഞങ്ങൾ നിനക്ക് ഒരുപാട് സ്വാതന്ത്ര്യം തരുന്നുണ്ട്, ഞങ്ങൾ 10 കല്യാണാലോചനകളിൽ കൊണ്ടുവരും, അതിൽ നിന്ന് ഒരാളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അത് ഏജൻസിയാണ്. ഇറ്റ് ഷുഡൻറ്റ് ബി കൺഫ്യൂസ്ഡ് ആസ് ഫ്രീഡം, ഇറ്റ് ഷുഡൻറ്റ് ബി കൺഫ്യൂസ്ഡ് ആസ് ചോയ്സ്. അത് ചോയ്സ് ആയിട്ട് സ്ത്രീയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലാണ് ഇവരിവിടെ വിജയിക്കുന്നത്, റൈറ്റ് വിങ് ഫോഴ്സസ് വിജയിക്കുന്നത്.